അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ പ്രാധാന്യമുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനുള്ളത്. നമ്മളെല്ലാവരും രക്ഷിതാക്കളാണ്, ഞാനും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തോട് എത്രമേൽ ആത്മാർത്ഥത പുലർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നേണ്ടതാണെന്ന് ഞാൻ ആശിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മൾക്കൊക്കെ മക്കളുണ്ട്. ആ മക്കൾ ഭൗതികമായും ആത്മികമായും ഏറെ ഉന്നതിയിലെത്തണമെന്ന് പിതാക്കൾ എന്ന രീതിയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സ്വസ്ഥതയും കിട്ടില്ല. നമ്മളെക്കുറിച്ച് മാത്രമല്ല ആലോചിക്കുന്നത്, എന്നല്ല, നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ മക്കളെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ മക്കൾ എല്ലാ അർത്ഥത്തിലും ഉന്നതിയിലെത്തണമെന്ന മോഹം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് അതേക്കുറിച്ച് ഏത് രീതിയിൽ വിലയിരുത്തിയാലും അതൊരു ആത്മവിമർശനമാകുമെന്ന് തോന്നുന്നത്. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകുന്ന വലിയൊരു അമാനത്താണ് മക്കൾ. അതുകൊണ്ടുണ്ടാകുന്ന കുറേ ഗുണങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും നമ്മളോട് പറയുന്നുണ്ട്. മക്കളില്ലാത്തതിൻ്റെ വൈഷമ്യവും പറയുന്നുണ്ട്. പൂർവികരാകുന്ന പല പ്രവാചകന്മാരും ആദ്യഘട്ടത്തിൽ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ടതും പിന്നീട് അവരുടെ അചഞ്ചലമായ വിശ്വാസം കൊണ്ടും അള്ളാഹുവുമായുള്ള പ്രാർത്ഥനാ ബന്ധം കൊണ്ടും അവർക്ക് അവരിഷ്ടപ്പെടുന്ന സന്താനങ്ങൾ ലഭിച്ചതും നമ്മൾ കേൾക്കുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിധത്തിലായിരുന്നു. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനെയായിരുന്നു അനുഭവം. ഈ മക്കൾ നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം, ആനന്ദം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാര്യവും പരലോകവുമായി ബന്ധിപ്പിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, ഭാര്യമാർ, വീട്, സൗകര്യം, വാഹനം, ഇതൊക്കെ പരലോകത്തേക്കുള്ളൊരു മുന്നുപാധിയായോ വിജയത്തിനുള്ള മാർഗമായോ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കാം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ, ഞാൻ ആയത്തുകൾ ഉദ്ധരിച്ച് സമയമെടുക്കുന്നില്ല, പലയിടങ്ങളിൽ നമ്മുടെ മക്കളെക്കുറിച്ച് അതൊരു പരീക്ഷണമാണ് എന്നുകൂടെ പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, ചിലപ്പോഴൊക്കെ സന്താനങ്ങളും സമ്പത്തും പ്രശ്നമായി തീരുമെന്നും ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു നിങ്ങളെ ഈ സമ്പത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മക്കളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കുകയാണെന്ന് ഒന്നിലധികം സൂക്തങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോന്നിടത്ത് ചർച്ച ചെയ്താൽ നമുക്കതിൻ്റെ മറ്റു ചില കാര്യങ്ങളിലേക്ക്, നിർബന്ധമായും പോകേണ്ട ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. മക്കളെ കൊല്ലുന്നതിനെ കുറിച്ച് ധാരാളമായി ഖുർആൻ പറഞ്ഞു. അന്നത്തെ കാലത്ത് അതൊരു വലിയ ഭീഷണിയായിരുന്നു. അങ്ങനെ മക്കളോട് ബന്ധമുണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെയുമായിട്ട്. പെൺകുട്ടികളെ ഒരിക്കലും വളർത്താൻ പാടില്ലെന്ന് വിചാരിക്കുന്ന ഒരു സൊസൈറ്റിയിലേക്കാണ് മക്കളുടെ പ്രതാപം പറഞ്ഞ്, മക്കളെ കൊണ്ടുള്ള അനുഗ്രഹം പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ കടന്നു വരുന്നത്. എന്തായാലും എങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്? മക്കളെ പ്രതീക്ഷ വെക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും വേണം. മക്കൾ നമ്മൾ വിചാരിക്കുന്ന തലത്തിലൂടെ ചലിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, എന്തായാലും അത് വേണം. പൂർവികർ കൃത്യമായാണ് മക്കളെ പരിശീലിപ്പിച്ചത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ എത്രമേൽ ശക്തമെത്തായാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത്. വളരെയേറെ വലിയ ആളായിട്ട് പോലും, തൻ്റെ ഖിലാഫത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പോലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരുത്താൻ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു, ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. മഹാനുഭാവൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, പലപ്പോഴും നമ്മളൊക്കെ പറയാൻ, അതൊക്കെ അങ്ങനെ പറയണമെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളിലും ശക്തമായ നിലപാട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആകുന്ന പിതാവ് കൈക്കൊള്ളുന്നത്.
ഇതൊരു അനുഭവമൊന്നുമല്ല. സഹാബികൾ ഏകദേശമൊക്കെ അങ്ങനെ തന്നെ. ഏകദേശം എന്ന് പറയാൻ മറ്റുള്ള ആളുകളുടെ ചരിത്രം നമുക്ക് റിവായത്ത് ചെയ്യപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്ന് മാത്രം. സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമറാകുന്ന മകനും തമ്മിലുള്ള ഇത്തരം ബന്ധം ചരിത്രത്തിൽ ധാരാളമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ വാക്കുകൾ പോലും ശ്രദ്ധിച്ചു പിതാക്കന്മാർ. മഹാനാവുന്ന സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു തൻ്റെ പുത്രൻ ഒരു നായയെ ഇബ്നുൽ കൽബ് എന്ന് വിളിച്ചപ്പോൾ അതിനെ ഗൗരവപൂർവ്വം തിരുത്തുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. തൻ്റെ പുത്രനാവുന്ന പിന്നീട് വലിയ പണ്ഡിതനായി തീർന്ന മഹാനായ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിനോട് പിതാവാകുന്ന ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ അത് അത്ര പറയണമെന്ന് ചോദിക്കുന്ന വിഷയത്തിൽ പോലും തിരുത്ത് നടത്തുന്നു. അദ്ദേഹം ഒരു നായയെക്കുറിച്ച് ഇബ്നുൽ കൽബ് എന്ന് വിളിച്ചു. നമ്മുടെ നാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ അതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാവുള്ളൂ. മഹാനുഭാവൻ വിളിച്ചു, പിതാവ് വിളിച്ചു, വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കുട്ടിയായിരിക്കുന്ന മകൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് വിളിച്ചൂടാ? ഞാനാ പറഞ്ഞത് ശരി തന്നെയല്ലേ? അതൊരു നായയുടെ മോൻ തന്നെയല്ലേ? മഹാനാവുന്ന സുബ്കി ഇമാം തിരുത്തി, അത് നായയുടെ മോൻ തന്നെ, പക്ഷേ നായയുടെ മോനെ എന്ന് വിളിക്കുന്നത് ആ ശൈലിയിലല്ല. അതൊരു ആക്ഷേപ പ്രയോഗമാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാവുന്ന നായയെ അങ്ങനെ വിളിക്കാൻ പാടില്ല. സൂക്ഷ്മമായി മക്കളെ വളർത്തിയതും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും മക്കളെങ്ങനെയാവണമെന്ന് കഠിനമായ രീതിയിൽ നിഷ്ഠ പുലർത്തിയതും പൂർവികരുടെ ചരിത്രത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മക്കളുടെ ഭക്ഷണത്തിൽ അവർ അതീവമായി ശ്രദ്ധ പുലർത്തി. മക്കൾ ഹറാമുമായി ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടി അവർ ജീവിതത്തെ തന്നെ പല സന്ദർഭങ്ങളിൽ പറിച്ചു നട്ടു. ഈ നാട്ടിലങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇനി പ്രയാസമാകുമെന്ന് കരുതിയിട്ട് അവർ ദൂരദേശങ്ങൾ താണ്ടി. പിന്നെ വിജ്ഞാനം പഠിപ്പിക്കാൻ വേണ്ടി ധാരാളമായി അവർ അധ്വാനിച്ചു. ഒരു പിതാവ് എന്ന രീതിയിൽ മകന് നല്ല പേരിടലും മകൻ ജനിക്കാനുള്ള നമ്മുടെ ഭാര്യ അവരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് ഈമാനികമായി വളർത്തി അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സ്വാലിഹത്തായ ഭാര്യയെ തെരഞ്ഞെടുത്ത് മക്കൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ തന്നെയും മതം നമ്മളോട് പറയുന്നുണ്ട്. മക്കൾ ജനിക്കുമ്പോൾ മക്കളെ നോക്കുക എന്നുള്ളതല്ല, മക്കൾ ജനിക്കാൻ പോകുന്ന നമ്മുടെ ഭാര്യ അവരാരാവണം? ഫദ്ഫർബിദാത്തിദ്ദീൻ, ദീനുള്ള പെൺകുട്ടിയെ കൊണ്ട് വിജയിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഒരു മോന്, വളരെ കുരുത്തക്കേട് കാണിക്കുന്ന ഒരു മോനെ ശിക്ഷണം നടത്താൻ വേണ്ടി ഒരു പിതാവ് കൊണ്ടുവരുന്ന ചരിത്രത്തിലുണ്ട്. വെറും പൊട്ടിത്തെറിയിട്ട് ചില മക്കളുണ്ടാവും. അപ്പം അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് തങ്ങൾ ഉപദേശം നടത്തിയാൽ നന്നാവുമെന്ന് വിചാരിച്ചു പിതാവ്. അങ്ങനെ കൊണ്ടുവന്നു. ഉമർ ഫാറൂഖ് തങ്ങൾ മാതാപിതാക്കളെ കുറിച്ചും അവരെ ആദരിക്കേണ്ടതും അവരെ അംഗീകരിക്കേണ്ടതും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ ബുദ്ധിമാനായ കുട്ടി ചോദിച്ചു, എനിക്ക് പിതാവിനോടും മാതാവിനോടുള്ളതുപോലെ അവർക്ക് എന്നോട് വല്ല ബാധ്യതയുണ്ടോ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ എന്നായി കുട്ടി. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ഉമ്മയെ നല്ല സ്വാലിഹായി ദീനീപരമായി ചിട്ടയും ആദർശവും കൃത്യമായി പാലിക്കുന്നവരായി തെരഞ്ഞെടുക്കൽ നിനക്ക് വേണ്ടി ആദ്യമേ പിതാവ് ചെയ്യേണ്ടതാണ്. പിന്നെയോ നല്ല പേരിടണം, പിന്നെ ഖുർആനും ഹദീസും ഇസ്ലാം പഠിപ്പിക്കണം. ഈ കുട്ടി വളരെയേറെ വിഷമത്തോടുകൂടെ പറഞ്ഞു, ഈ 3 കാര്യം എൻ്റെ പിതാവ് സ്വീകരിച്ചിട്ടില്ല. എൻ്റെ ഉമ്മ ഒരു മജൂസിയായ പെണ്ണാണ്, അവർക്ക് എന്താണ് ദീനെന്ന് അറിയുക പോലും ഇല്ല. എനിക്ക് കാലിന് മുടന്തയുള്ള അയാൾ എന്നർത്ഥം കിട്ടുന്ന ഒരു പേരാട്ടത്, അതുകൊണ്ട് ഞാൻ നിരന്തരമായി പരീക്ഷിക്കപ്പെടുന്നു. 3-മതായി ഖുർആനും ഹദീസും പോയിട്ട് എനിക്ക് ദീനിൻ്റെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടില്ല. കുട്ടിയെ ഗുണദോഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പിതാവിനെ വളരെയേറെ ഗൗരവത്തിൽ ഉപദേശിച്ചു വിടേണ്ടി വന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്. ഞാൻ സൂചിപ്പിക്കുന്നത് മക്കൾ നമ്മുടെ പ്രതീക്ഷയാണ് എല്ലാർത്ഥത്തിലും എന്ന് പറയാൻ ഇത്തിരി നമുക്ക് ശാരീരികമായ അവശതകളുണ്ടെങ്കിൽ താങ്ങ് നൽകാൻ അവർ വേണം. നമ്മുടെ ജോലിയും നമ്മുടെ സമ്പത്തുമൊക്കെ തീരുന്നൊരു ഘട്ടം വരും. അസമയത്ത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ അവരുണ്ടാകണം. ഇതിനപ്പുറം നമ്മൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും മയ്യത്ത് നിസ്കരിക്കാനും പിന്നെ വിവിധ സന്ദർഭങ്ങളിൽ
നമ്മുടെ ഖബറിലടുത്തെത്താനും നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും പിന്നെ നമ്മളെ ഓർക്കാനും ആണ്ട് കഴിക്കാനും നമുക്ക് വേണ്ടി ധർമ്മം ചെയ്യാനും സദഖ ചെയ്യാനും ഖുർആൻ ഓതാനും ഒക്കെ മക്കൾ വേണം. അതിനുമപ്പുറം നാളെ പരലോകത്ത് നമുക്ക് ശുപാർശകരായി അവർ വരണം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഭീകരമായൊരു രംഗം. ഇങ്ങനെയൊക്കെ താലോലിച്ച് ആറ്റുനൂറ്റ് വളർത്തി പുന്നാരിച്ച് വലുതാക്കിയിട്ട് ആ മക്കൾ മാതാപിതാക്കൾക്ക് എതിരാകുന്നൊരു ദുർഘടമായ സന്ധിയെക്കുറിച്ച് ആത്തിഹും മിനൽ അദാബ് എന്നാണ് പറയാം. എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ പഴപ്പിച്ചവർക്ക്, എന്നെ നശിപ്പിച്ച എൻ്റെ അധ്യാപകന്, ഉസ്താദിന്, അല്ലെങ്കിൽ എൻ്റെ നേതാവിന്, എല്ലാവരും കണക്കാണ്. എന്നെ നശിപ്പിക്കാൻ കൂട്ടുനിന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിച്ച ഇത്തരം ആളുകൾക്ക് ആത്തിഹിം മിനൽ അദാബ്, എനിക്ക് ലഭിക്കുന്ന അദാബിൻ്റെ ഇരട്ടിയെങ്കിലും നൽകണമെന്ന് അവിടെ വെച്ച് പിന്നീട് തൗബ ചെയ്യാനോ കൂടുതൽ നന്മ ചെയ്ത് വിമോചനം നേടാനോ സാധ്യമല്ലാത്ത മഹ്ശറിൻ്റെ വിഭ്രാന്തിയിൽ വെച്ച് മക്കളടക്കമുള്ളവർ വിളിച്ചു പറയുന്ന രംഗം പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹു കാക്കട്ടെ. എല്ലാ പ്രതീക്ഷയുമാണ് നമ്മുടെ മക്കളെങ്കിലും പുതിയ കാലത്ത് പ്രത്യേകിച്ചും അവരെ എങ്ങനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്? മക്കളിൽ അമിതമായ പ്രതീക്ഷ വെച്ച് അവരിൽ എന്തെങ്കിലും അപാകം സംഭവിക്കുമ്പോൾ അതിൽ ഭയങ്കരമായി വിഷമിച്ച് അത് മക്കൾക്ക് കൂടെ ഫീൽ ചെയ്ത് ആ മക്കളുടെ എല്ലാ പുരോഗതിയും നശിപ്പിക്കുന്നവരായി പുതിയ കാലത്തെ രക്ഷിതാക്കൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. തുടക്കം മുതൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് എത്താൻ വേണ്ടി ആ കുട്ടിയെ നമ്മൾ പാകപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് KG മുമ്പേ പ്രീ സ്കൂളുകൾ ആവശ്യമായി വരുന്നത്. KG എന്നൊക്കെ പറയുമ്പോൾ തന്നെയും സ്വന്തം മാതാവിൻ്റെ സംരക്ഷണയിൽ നിർബന്ധമായും വളരേണ്ട ആ സമയം രാവിലെ മുതൽ വൈകിട്ട് വരെ മാതാവിനോടൊരു ടച്ചും ഇല്ലാതെ ബന്ധമില്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മുടെ മക്കൾ നിലകൊള്ളുകയാണ്. അതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് തന്നെ ശരിക്ക് ആലോചിക്കേണ്ടി വരും. സംവിധാനങ്ങൾ എതിർക്കല്ല ഞാൻ. എന്നിട്ടാണ് അതിനെയും മുന്നേയുള്ള പ്രീ സ്കൂളുകൾ ആരംഭിക്കേണ്ടി വരുന്നത്. അതിനുമപ്പുറം ജോലിക്ക് പോകുന്ന മാതാപിതാക്കളൊക്കെ മക്കളെ ഡേ കെയർ സെൻ്ററുകളിൽ ഏൽപ്പിക്കുക. അവിടെ നടക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചും ഒന്ന് സംസാരിക്കാനോ ആക്ഷേപം പറയാനോ പോലും കഴിയാത്ത 2 വയസ്സ് കാലത്ത് ഡേ കെയർ സെൻ്ററുകളിൽ ഏൽപ്പിച്ച് വൈകിട്ട് വരെ മാതാവ് അവരെ ശ്രദ്ധിക്കാതിരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ചില റിപ്പോർട്ടുകളൊക്കെ വന്നു ബാംഗ്ലൂരിൽ നിന്ന്. അവിടെയുള്ള വലിയൊരു IT കമ്പനിയുടെ ജീവനക്കാരുടെ മക്കളെ താമസിപ്പിക്കുന്ന അവരുടെ തന്നെ ഡേ കെയർ സെൻ്ററിൽ ക്രൂരമായ പീഡനങ്ങൾ ആയമാർ നടത്തുന്നത് എങ്ങനെയോ പുറത്തായി. കരയുന്ന കുട്ടികളെ വാഷിംഗ് മെഷീനിൽ ഇട്ടുന്നത് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഫ്രണ്ട് ഡോർ വാഷിംഗ് മെഷീൻ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 2-3 കുട്ടികളെ തിരികിട്ട് അടച്ചു വയ്ക്കുക. ക്രൂരമായ പീഡനങ്ങൾ, ബാത്റൂമിൽ പൂട്ടിയിടൽ, മാരകമായ രീതിയിൽ അടിക്കൽ. ഇതാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. 6-7 ആയമാർ അറസ്റ്റിലായി എന്ന് കേട്ടിരുന്നു. മറ്റൊന്ന് അതിലേറെ മാരകമാണ്. 3 കുട്ടികളെ ഒരു റൂമിലാക്കി പുറത്തേക്ക് പൂട്ടിപ്പോകുന്നു ആ ഡേ കെയർ സെൻ്ററിൻ്റെ സംരക്ഷകർ. അതിലൊരു കുട്ടി മറ്റൊരു കുട്ടിയെ എത്രമേൽ ക്രൂരമായി എത്ര മിനിറ്റാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ പിള്ളേരാണ്, നമുക്കറിയാം, 2 വയസ്സ് 2.5 വയസ്സ്. ആ ഒരു കുട്ടിയെ മറ്റൊരു കുട്ടി എത്രമേൽ ഭീകരമായി ഇടിയാണ്, ചവിട്ടും, പിന്നെ പുറത്ത് കടിക്കലും, മേലെ കയറി ചാടലും. കുറച്ചുകൂടെ ഒരു പ്രായം തോന്നുന്ന, എന്നാൽ വല്ലാതൊന്നുമില്ല, ഒരു 2 മാസത്തിൻ്റെ ഒക്കെ മൂപ്പ് വന്ന ഒരു പെൺകുട്ടി ചെറിയൊരു ബാറ്റ് പോലത്തെ സാധനം എടുത്തിട്ട് ഈ ആക്രമിക്കുന്ന കുട്ടിയെ തല്ലാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവളെയും ഇവൻ ഉന്തിയിട്ട് അവളെയും തല്ലാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് ക്രൂരമായ പീഡനം. ആര് കാണുന്നു? എല്ലാ ഡേ കെയർ സെൻ്ററും ഇങ്ങനെയാണോ? എനിക്കറിയില്ല. അല്ലാന്നൊന്നും ഞാൻ പറയണില്ല, എനിക്കറിയില്ല. പക്ഷെ പുറത്തു വന്ന റിപ്പോർട്ടുകളും വീഡിയോസും പ്രകാരം
മാതാവിൻ്റെയും അല്ലെങ്കിൽ വല്യമ്മയുടെയും ഒക്കെ സംരക്ഷണത്തിൽ സ്നേഹത്തോടുകൂടെ വളരേണ്ട, സ്നേഹം അനുഭവിക്കേണ്ട ആ സമയത്ത് ഏതെങ്കിലും ജീവനക്കാരികൾ, അവരുടെ ഉപജീവനമാർഗം മാത്രമാണത്. മക്കളോടുള്ള ആർദ്രത ജന്മസിദ്ധമായി ലഭിക്കണതല്ല അവർക്ക്, കാരണം അത് അവരുടെ ജോലി മാത്രമാണ്. ആ രീതിയിൽ തുടക്കം മുതൽ തന്നെ ഞെക്കി പഴുപ്പിക്കണം, മൂക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ വളർന്നു വരുന്നു. ഇതിൻ്റെ ഫലം ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്. മാതാവിൻ്റെയും പിതാവിൻ്റെയും കൃത്യമായ തിരുത്തും സ്നേഹവും ലാളനയും ആവശ്യമായ രീതിയിലുള്ള പ്രോത്സാഹനവും ലഭിക്കാതെ വളരുമ്പോൾ ഒരു കൃത്രിമ ജീവിതമാണ് ആ കുട്ടിക്ക് ശീലമാണത്. അതുകൊണ്ടാണ് പതിയെ പതിയെ ബീഡിയിലേക്ക് എത്തുന്നത്, പിന്നെ കഞ്ചാവിലേക്ക് എത്തുന്നത്, നിരന്തരമായ മദ്യപാനം തുടങ്ങുന്നത്. ക്യാൻസർ പിടിച്ചിട്ട് ചികിത്സയ്ക്ക് പോകുമ്പോൾ അവൻ്റെ പില്ലോക്ക് താഴെ നിന്ന് സിഗരറ്റിൻ്റെ പാക്കുകൾ അവനെ ചികിത്സിക്കുന്ന ജീവനക്കാർ, നഴ്സുമാർ കണ്ടെടുക്കുന്നത്. അതിനുമപ്പുറം ബെഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബെഡിൻ്റെ അടിയിൽ നിന്ന് വിദേശ മദ്യത്തിൻ്റെ ചെറിയ ചെറിയ ബോട്ടിലുകൾ കിട്ടുന്നത്. കേരളത്തിലെ പ്രസിദ്ധനായ ക്യാൻസർ രോഗ വിദഗ്ധൻ VP ഗംഗാധരൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം അത് എഴുതുന്നുണ്ട്. ജീവിതം ഒരു അത്ഭുതം എന്ന പുസ്തകത്തിൽ. വളരെ കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഈ രോഗി, ചെറുപ്പക്കാരനാകുന്ന ഈ ക്യാൻസർ രോഗി അച്ഛനും അമ്മയും ഡോക്ടറായ ഒരു കുടുംബത്തിൽ നിന്നുള്ളതാണ് എന്നതാണ്. അച്ഛനും അമ്മയും ഡോക്ടറാണ്. മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. ഇതൊരു കഥയല്ല, അദ്ദേഹം വ്യക്തമായി എഴുതിയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നു എന്ന് മാത്രമാണ്. ഈ ഡോക്ടർ ദമ്പതികളെ വിളിച്ചിട്ട് ഡോക്ടർ VP ഗംഗാധരൻ ഗൗരവത്തിൽ സംസാരിക്കുന്നുണ്ട്. ക്യാൻസറും സിഗരറ്റും, ക്യാൻസറും മദ്യപാനവും തമ്മിലുള്ള ബന്ധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞു അമ്മയാവുന്ന ഡോക്ടർ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തിരക്കായിരുന്നു, സ്വന്തമായി ആശുപത്രി ഉണ്ടായിരുന്നു, നേരത്തെ പോകും വൈകിട്ടേ വരൂ, മകനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരായയെ ഏൽപ്പിച്ചു. അവര് അവൻ്റെ ഇഷ്ടത്തിനൊപ്പം നിന്നു, ഒന്നും തിരുത്തിയില്ല. അങ്ങനെ ഏൽപ്പിച്ച ആളുകൾ ചിലപ്പോൾ ചോദിക്കുമല്ലോ, എങ്ങനെയുണ്ട് അമ്മ, എങ്ങനെയുണ്ടായ. അങ്ങനെ അവൻ ദുശീലങ്ങൾ ഓരോന്നോരോന്ന് പഠിച്ചു വന്നു. അതിൻ്റെ ഭാഗമായി അവൻ പതിയെ സിഗരറ്റ് തുടങ്ങി. തിരുത്താൻ ആളുണ്ടാവില്ല, അതന്നെ. ആയൊക്കെ അവൻ്റെ സന്തോഷം മാത്രമായിരിക്കും ആവശ്യം. വളരെ ചെറുപ്പത്തിലെ സിഗരറ്റ് തുടങ്ങി, ഇത്തിരി വലുതപ്പോഴേക്ക് മദ്യപാനം തുടങ്ങി. അങ്ങയുടെ ചികിത്സയോട് ഇവൻ സഹകരിക്കണമെങ്കിൽ കൃത്യമായ സന്ദർഭത്തിൽ ഇത് അവന് ലഭിച്ചിരിക്കണം. അവൻ വയലൻ്റായി ഇവിടുന്ന് ഇറങ്ങിപ്പോവാതിരിക്കാൻ, ഇവിടെയുള്ള ജീവനക്കാരെ ആക്രമിക്കാതിരിക്കാനാണ് കള്ളും സിഗരറ്റും ക്യാൻസറുമായുള്ള ബന്ധം ശരിക്കറിയാവുന്ന ഞങ്ങൾ തന്നെ അത് യഥാസമയത്ത് എത്തിച്ചു കൊടുത്തത് എന്ന് കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നതിനെ കുറിച്ച് ഡോക്ടർ ഗംഗാധരൻ എഴുതുന്നുണ്ട്. അപ്പം മക്കളെ വളർത്തേണ്ട പ്രായത്തിൽ മക്കളെ നമ്മൾ വളർത്തിയിരിക്കണം, നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് കൊടുത്തിരിക്കണം. നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദീനീപരമായ ചിട്ടകളാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. ഒരു തർക്കമില്ലേ, അതിനേറെ കയറ്റിയിട്ടൊന്നും കാര്യമില്ല. ഒരു കുട്ടി ആദ്യമായി പറയേണ്ടത് അള്ളാഹു എന്നാണ്, അല്ലാതെ നെയ്മറിനെയും മെസ്സിനെയും അല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, വേറെ ആരെയല്ല. ഇതേതോ കളിക്കാരായതുകൊണ്ടുള്ള വിദ്വേഷം കൊണ്ട് പറയുന്നതല്ല, അവരോട് വ്യക്തിപരമായ വിദ്വേഷമൊന്നുമില്ല. അത് അവരുടെ സംസ്കാരം. സ്വന്തം അമ്മയുടെ പേരുമല്ല. ആദ്യം പടച്ചുറപ്പിനെ കുറിച്ച് പഠിപ്പിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പഠിപ്പിക്കണം, അതിലൂടെ വളർന്നു വരണം. അവൻ്റെ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. എന്നിട്ടൊക്കെ മതി ടാറ്റ കൊടുക്കല്, എന്നിട്ടൊക്കെ മതി സിനിമയുടെ പാട്ടിൻ്റെ ഏതാനും വരികൾ കുട്ടിയെ കൊണ്ട് പഠിപ്പിച്ച് റീലെടുത്ത് ഭയങ്കര സംഭവമാണെന്ന് തോന്നിപ്പിക്കൽ. എന്നിട്ട് മതി ചെറിയ കുട്ടിയെ കൊണ്ട് എൻ്റെ ക്ലബ്ബ് തോറ്റല്ലോ, എൻ്റെ ടീം തോറ്റല്ലോ പറഞ്ഞ് കരയിപ്പിച്ച് വൈറലാകാൻ വേണ്ടി വീഡിയോ എടുക്കൽ. അതിലൊന്നൊരു സംഗതി ഇല്ലയെന്ന് മനസ്സിലാക്കുക. ബിസ്മി ചൊല്ലിയാവണം നമ്മൾ പാല് കൊടുത്ത് തുടങ്ങേണ്ടത്. ഒന്നാം ദിവസം, ഒന്നാം ഘട്ടം. ആ കുട്ടിക്ക് ബോധമുണ്ടോ? പ്രത്യേകിച്ച് ബോധമൊന്നും ഉണ്ടാവില്ല, ജനിച്ചിട്ട് ഏതാനും മിനിറ്റുകളേ ആയിട്ടുള്ളൂ. പക്ഷെ ബിസ്മി കുട്ടി കേട്ടിരിക്കണം. അങ്ങനെ കേട്ട് വളരുന്ന കുട്ടി സ്വാഭാവികമായും ബിസ്മി ഏത് പരിതസ്ഥിതിയിലും മറക്കാതെ ചെല്ലും.
അവൻ ഏത് വൃത്തികെട്ട കോളേജിൽ PG പഠിക്കുകയാണെങ്കിലും PhD പഠിക്കുകയാണെങ്കിലും ദീനീപരമായ ചിട്ടകളിൽ നിന്ന് അവന് മാറാൻ കഴിയില്ല. കാരണം അത് അവൻ്റെ നൈസർഗികമായ ബോധമായി മാറി. അങ്ങനെ ദീനീപരമായ ഓരോ കാര്യത്തിനും പ്രോത്സാഹനം കൊടുത്തു വളരണം. അല്ല, ഒച്ചാനിച്ച് നിൽക്കേണ്ട കാര്യം എന്താണ്? പടച്ച റബ്ബിൻ്റെ ഏറ്റവും കൃത്യമായ നിർദ്ദേശം, പടച്ച റബ്ബിൻ്റെ നിർദ്ദേശം കൃത്യമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് പോകുന്നതിന് എന്ത് ജാള്യം. ചില ആളുകളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയത് അതൊക്കെ ഇപ്പോൾ പറ്റുമോ? അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ ഈ ഗ്ലാസ് കുടിച്ച് സ്റ്റൈലാക്കലൊക്കെ. മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കണില്ല. ഒന്നിച്ച് കയ്യിൽ ഭാഗം മൊത്തം കറിയും മറ്റും തേച്ച് ഭക്ഷണം കഴിക്കുന്ന രീതിയേ ഇസ്ലാമിലില്ല. ഏതാനും വിരലുകൾ മാത്രം മതി ഭക്ഷണം കഴിക്കാൻ. ഇടക്കിടക്ക് വെള്ളം കുടിക്കുന്ന രീതിയില്ല, ഒന്നുകിൽ മുമ്പിൽ അല്ലെങ്കിൽ പിന്നെ. അപ്പോൾ ഈ കറിയായ കൈകൊണ്ട് ഇങ്ങനെ വെള്ളം കുടിച്ച് ഗ്ലാസുമ്മ ഒരു നമ്മൾ ഈ ഒപ്പിടുന്നത് പോലത്തെ ഒരു അടയാളം വരുന്നതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇടയ്ക്ക് വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെയും ആ ഒരു ചെറിയ അംശം ഒന്ന് ഇറ്റി വീഴൊന്നുമില്ലല്ലോ. ഒരു ചെറിയ അംശം ഗ്ലാസ്സിലായി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനുമില്ല. നമ്മുടെ പ്ലേറ്റിലാകെ കറി നിറഞ്ഞു കിടക്കുകയല്ലേ, പ്ലേറ്റിന് ചുറ്റും നമുക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റൊക്കെ മറിച്ചിട്ടിരിക്കുകയല്ലേ, അതിൽ പലതും കടിച്ച് പൊടിച്ചിട്ടതില്ലേ. ഇതുകൊണ്ടൊന്നും ഒരു വിഷമം തോന്നാത്തയാൾക്ക് ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒപ്പിട്ടതുപോലെ നേരിയ രീതിയിൽ ഒരു മഞ്ഞ കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു ഒഴലിച്ചയാണെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് പിന്നെ അതിലൊരു ആവേശമില്ലാതെ വരും. ഞാനത് കൂടുതൽ പറയാനല്ല, ദീനിയായിട്ടാണ് വളർത്തേണ്ടത്. അത് കർമ്മത്തിലും വിശ്വാസത്തിലും നമ്മുടെ പ്രയോഗ ജീവിതത്തിലും നമ്മൾ ചെയ്യേണ്ട ദിക്ർ, സലാത്ത്, ഖുർആനൂത്ത് പോലത്തതിലൊക്കെയും. കുപ്പായിടുമ്പോൾ നോക്കണം നമ്മൾ, കുട്ടി വലത് കൈയാണ് ആദ്യം ഇടുന്നത്. പ്രത്യേകിച്ച് ഇടത് കൈ ഇട്ടാൽ എന്താ കുപ്പായം കയറൂലേ? കയറും. പക്ഷെ മതത്തിനൊരു ശീലമുണ്ട്, മതത്തിനൊരു രീതിയുണ്ട്. അതനുസരിച്ചാണ് വിശ്വാസി പോകേണ്ടത്. പരിഹസിക്കും ചിലപ്പോൾ. ഒരു സ്ഥാപനം വല്ലാതെ പരിഹസിക്കുന്ന യുക്തിരഹിതരാകുന്ന ന്യൂഎയ്ത്തിസ്റ്റുകളുടെ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ട് ഞാൻ. അദ്ദേഹം ബാത്റൂമിൽ കയറുന്ന മര്യാദ പറയാണ്. അത് ഓരോന്നും എടുത്തിട്ട് അങ്ങനെ അല്ലെങ്കിൽ വിസർജ്യം പോരൂലല്ലോ എന്നാണ് പരിഹാസം. വിസർജ്യം ടോയ്ലറ്റിൽ പോയില്ലെങ്കിലും പോരും, അത് അങ്ങാടിയിലാണെങ്കിലും പോരും, ബസ്സിലാണെങ്കിലും പൊതു പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിലും പോരും. അങ്ങനെ പോന്നാൽ പോരാന്ന് മതത്തിനൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ജനസമ്പർക്കമുള്ള അടുത്ത് പാടില്ലെന്ന് പറയണത്. അതുകൊണ്ടാണ് ജനങ്ങൾ കൂടിയിരുന്ന് സംസാരിക്കുന്നിടത്ത് പാടില്ലെന്ന് പറയണത്. അതുകൊണ്ടാണ് ഫലം കായ്ക്കുന്ന മരത്തിന് ചുവട്ടിൽ പാടില്ലെന്ന് പറയണത്. നമ്മൾ വിസർജിച്ചു പോകുന്നു, മാങ്ങ വീഴുന്നു അതിൻ്റെ അടുത്ത്, ആ മാങ്ങ നശിക്കുവാനാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വിസർജിച്ചുകൊണ്ടിരിക്കുന്നു, തലയിൽ തേങ്ങ വീണ്. അതുകൊണ്ടാണിത് പാടില്ലെന്ന് പറയണത്. അതുകൊണ്ടാണ് ദ്വാരങ്ങളിലും പൊത്തുകളിലും പാമ്പുകൾ പോലെയുള്ള ക്ഷുദ്രജീവികളുടെ വാസകേന്ദ്രങ്ങളിലും മൂത്രയിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. അപ്രകാരം ചില നിയമങ്ങളിൽ ഇസ്ലാമിന് വേറെയുണ്ട്. ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടതുകാല് മുന്നിൽ വെക്കണം. അപ്പോഴേക്ക് പരിഹസിക്കുകയാണോ? ഇടതുകാലിലേക്ക് ഊന്നൽ കൊടുത്തിരിക്കണം, പരിഹസിക്കുകയാണോ? ഇടത് കൈകൊണ്ട് ശൗചം ചെയ്യണം, വലത് കൈകൊണ്ട് ചെയ്താൽ എന്തേ ക്ലീൻ ആവില്ല എന്നാണ് അന്തവും കുന്തവും ഇല്ലാത്ത യുക്തിവാദി ചോദിക്കണത്. അയക്കും. പക്ഷെ മതത്തിനൊരു ശീലമുണ്ട്. അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് ഞാൻ കിടക്കണമെന്നില്ല. മൂക്ക് പിഴിയാനും മൂത്രിച്ചാലും വിസർജനം നടത്തിയാലും കൈക്ക് ശുദ്ധീകരിക്കാനൊക്കെ വലത് കൈ എടുത്താൽ എന്താ ശരിയാവില്ല? ശരിയാവൊക്കെ ചെയ്യും. പക്ഷേ ഭക്ഷണം കഴിക്കാനും ഷെയ്ക്കാൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മതം വലത് കൈനെ മാറ്റി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് വരികയാണെങ്കിൽ ഒരാൾക്ക് ഷെയ്ക്കാൻ ചെയ്താൽ സ്വാഭാവികമായും നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗാണുക്കളും മറ്റും മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെടാതിരിക്കും. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതുവഴി നമ്മുടെ വായിലേക്കും വയറിലേക്കും എത്താതിരിക്കും. നല്ല ശക്തമായ ഔഷധങ്ങളും ഡിറ്റർജൻറ്റുകളൊന്നും ഇല്ലാത്ത കാലത്ത് പോലും ആരോഗ്യത്തിന് മതം പ്രായോഗികമായ, വളരെ പ്രായോഗികമായ, ഡിറ്റർജൻ്റ് ഒന്നും എപ്പോഴും പ്രായോഗികമൊന്നുമല്ലല്ലോ. നമ്മളൊരു കാട്ടിലകപ്പെട്ടു, എവിടുന്നാ നമുക്ക് സോപ്പ് കിട്ടൽ? നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റാതെയായി, അല്ലെ പണല്ലാണ്ടായി സോപ്പ് മേടിക്കാൻ.
അപ്പോഴും മതത്തിൻ്റെ ആരോഗ്യശീലം നിലനിൽക്കും. കാരണം മൂക്ക് പിഴിയേണ്ടത് ഇടത് കൈ കൊണ്ടാണ്, കോട്ടാവി വരുന്ന സമയത്ത് പൊത്തിപ്പിടിക്കേണ്ടത് ഇടത് കൈ കൊണ്ടാണ്, ശൗചം ചെയ്യേണ്ടത് ഇടത് കൈ കൊണ്ടാണ്. വലത് കൈ അതിനൊന്നും പങ്കെടുപ്പിച്ചുകൂടാ. ഇതെന്തിന്? അന്നം കൊടുക്കാൻ, വാങ്ങാൻ, ഭക്ഷണം കഴിക്കാൻ, ഷെയ്ക്കാൻ ചെയ്യാൻ. അതിൻ്റെ ശാസ്ത്രീയത വിശദീകരിക്കലല്ല നമ്മുടെ ലക്ഷ്യം. വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ അവരെന്തു പറഞ്ഞോ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമേയം. അതിനപ്പുറം ചിന്തിക്കുക സാധ്യമല്ല. 33-ാം അധ്യായം അഹ്സാബിന്റെ 36-ാമത്തെ വാക്യം നമ്മളൊന്ന് ഇടക്കിടക്ക് എടുത്ത് ആലോചിച്ച് നോക്കുക. അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ വിരുദ്ധമായി മറ്റൊന്ന് തെരഞ്ഞെടുക്കാൻ മുഅ്മിനായ ആണിനും പെണ്ണിനും അധികാരമില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. ഇതിലേറെ എങ്ങനെ ഇത് വിശദീകരിക്കുക? മതനിഷേധികളുണ്ടാകും, അന്യമതക്കാരുണ്ടാകും. അവരുടെ കാര്യമല്ല പറയണത്. അവർക്ക് അവരുടെ രീതിശാസ്ത്രമായിട്ട് മുന്നോട്ട് പോകാം. മുഅ്മിനായ ആണിനും പെണ്ണിനും അള്ളാഹുവും പുണ്യപ്രവാചകരും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് വിരുദ്ധമായി മറ്റൊന്ന് തിരഞ്ഞെടുക്കാനേ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ആദ്യ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇനി പുതിയ കാലത്ത് കണ്ടുവരുന്ന മാതാപിതാക്കളുടെ അമിതമായ മോഹവും പ്രതീക്ഷയും കുട്ടികളിൽ വരുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ വിസ്തരിച്ച് ചർച്ച ചെയ്യണം. ഡോക്ടറുടെ മകൻ ഡോക്ടറാവാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, ഈ ഉസ്താദുമാരുടെ മക്കളൊക്കെ മിക്കവാറും ഉസ്താദുമാരാവാനും മുത്തഅല്ലിമീങ്ങളാവാനുമാണ് ശ്രമിക്കുക. എന്തുകൊണ്ട്? അവർ കാണുന്നതും വളരുന്നതും അതാണ്. അല്ലാത്ത മുത്തഅല്ലിമീങ്ങളുണ്ട് ധാരാളം. അതെന്തുകൊണ്ടാണ്? സംഘടനാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന രക്ഷിതാക്കൾ അവരുടെ മക്കൾക്ക് സേഫായൊരു സോൺ, ഭൗതികമായി പരമാവധിക്ക് അപ്പുറം പഠിക്കാം, മതപരമായും PGയും അതിനപ്പുറവും പഠിക്കാം, നല്ലൊരു മനുഷ്യനും നല്ലൊരു ഭൗതിക പണ്ഡിതനുമാവാം, അതിനുള്ള രീതി ഇതാണെന്ന് കരുതി ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്നു, നമ്മുടെ ദർസിലേക്കും മറ്റും എത്തിക്കുന്നു. അതിന് തുടക്കം മുതൽ പ്രചോദനം നൽകാതെ SSLC കഴിഞ്ഞ ഉടനെ പിടിച്ചിട്ട് വെള്ളക്കുപ്പായ ഇട്ട് ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞ് വലിച്ചുകൊണ്ട് വന്നാൽ അത് സക്സസ് ആവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. ഇപ്പൊ ഒരു പെൺകുട്ടി വളർന്നു വരുന്നു, അവളുടെ ഇഷ്ടം പോലെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ അവൾ പറയണത് പോലെ കേൾക്കേണ്ടി വരും. എൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ആ കുട്ടി വയ്ക്കുന്ന കണ്ടീഷൻ പാലിക്കാൻ ഹാജിർ നിർബന്ധിതനാവും. നിങ്ങൾ അന്വേഷിക്കുന്നു വേണ്ട, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയും. അത് പക്ഷേ ഹാജിറുടെ ക്വാളിറ്റിക്കൊക്കെ ഉണ്ടാവില്ല. ചിലപ്പോൾ വളരെ മോശക്കാരനുമായിരിക്കും. കാരണം പ്രണയത്തിന് കണ്ണില്ല എന്നാണ്. കണ്ണില്ലെങ്കിൽ നമുക്ക് സമ്മതിക്കായിരുന്നു, തലച്ചോറ് തീരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രണയം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രണയിക്കുന്നയാളെ എല്ലാ ന്യൂനതകളും മറക്കാനും ന്യായീകരിക്കാനുമാണ് കമിതാക്കൾ ശ്രമിക്കുക. അപ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും. തിരുത്തു ശീലിച്ച കുട്ടികളാവണം നമ്മുടെ മുമ്പിലുള്ളത്. ഞാനങ്ങോട്ടും സൂചിപ്പിക്കൊന്നുമല്ല കേട്ടോ. 1500 രൂപ ആണ് റീചാർജ് ചെയ്യാനൊരു കുട്ടി ചോദിക്കുന്നു. ഇന്ന് 1300 ഉള്ളൂ. 200 ഞാൻ നാളെ ഒപ്പിച്ചു തരാമെന്ന് പിതാവ് പറയുന്നു. അത് മതി കുട്ടിക്ക് ജീവൻ കളയാൻ. എത്ര സങ്കടകരം. നമ്മൾ ഇന്നലെ കേട്ടൊരു വാർത്തയാണത്. പോകുന്ന വഴിക്ക് എലിവേഷൻ വാങ്ങി തിന്നുന്ന കുട്ടി ക്ലാസ്സിൽ നിന്ന് ഛർദി വരുന്നു, ആശുപത്രി കൊണ്ടുപോകുന്നു, പിന്നീട് വലിയ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ആ പിതാവിന്റെ സങ്കടം ആലോചിച്ച് നോക്കൂ. അദ്ദേഹം കുട്ടിക്ക് കിഡ്നി കൊടുക്കാൻ തയ്യാറായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുകയായിരുന്നു. ലക്ഷങ്ങൾ ചെലവഴിക്കുകയാണ് മോളെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ. ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. അള്ളാഹു അവർക്ക് സമാധാനം നൽകട്ടെ. ആ കുട്ടിക്ക് അള്ളാഹു നന്മ പ്രദാനം ചെയ്യട്ടെ. എന്തുകൊണ്ടാണ് ഒരു ചെറിയ ഇത്തരം സന്ദർഭം വരുമ്പോഴേക്ക് ജീവൻ കളയാൻ മക്കൾ തയ്യാറാവണത്? അത് ഞാൻ പറഞ്ഞു, തിരുത്തി വളർത്തണം. ആഗ്രഹിച്ചതൊക്കെ ലഭിക്കുമെന്ന് ചെറുപ്പം മുതൽ നമ്മൾ ശീലിപ്പിച്ചാൽ, കരയട്ടെ എന്ന് ചെറിയ കുട്ടി, കുറേ ഗുണങ്ങളുണ്ടല്ലോ. കഫജന്യമായ കുറേ പ്രശ്നങ്ങൾ തീരും. ഈ കണ്ണുനീര് ലൈസോസൈം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന്, അതൊഴുകണനുസരിച്ച് കണ്ണ് ക്ലീനായിക്കൊണ്ടിരിക്കും. കുറച്ച് കരയട്ടെ. ഞാൻ മോഹിച്ചതെല്ലാം ലഭിക്കുന്നു, ഉടനടി ലഭിക്കുന്നു എന്നൊരു ബോധത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുമ്പോൾ
സ്വാഭാവികമായും എപ്പോഴെങ്കിലും അതിനെതിരായൊരു സന്ദർഭം വന്നാൽ കിട്ടണില്ലെങ്കിൽ 1500 ചോദിച്ചത് 1300 കിട്ടിയതുള്ളൂ. തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിനും തൻ്റെ മാതാവിൻ്റെ സ്നേഹത്തിനും പരിചരണത്തിനും ഇതുവരെ അവർ വളരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നതിനും തനിക്ക് അള്ളാഹു നൽകിയ ജീവിതത്തിനും 200 രൂപയുടെ മൂല്യമുള്ളൂ എന്ന് ഒരു കുട്ടിയും മനസ്സിലാക്കിക്കൂടാ. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് കുട്ടി വളർന്നു വരണമെങ്കിൽ ചെറിയ കാലം മുതൽ അവൻ്റെ പക്വതയും അതത് സന്ദർഭത്തിലെ ശേഷിയും അനുസരിച്ച് അവൻ ആ റൂട്ടിലേക്ക് പതിയെ പതിയെ കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ കുട്ടീനെ മുത്താലിമാക്കാനാണ് നമ്മൾ വിചാരിച്ചതെങ്കിൽ ഈ മൊലിരിട്ടി ആവാനുള്ളതല്ലേ, തൊപ്പിട്ട് പോട്ടോ പുറത്തേക്ക് എന്ന് പറയണം. ഈ മൊലിരിട്ടി ആവാനുള്ളതാണ്, അതുകൊണ്ട് ട്രൗസർ ഇട്ട് കളിക്കാൻ പോകരുത്, പാൻ്റ് ഇടണം എന്ന് പറയണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ചെറുപ്പം മുതൽ അതിന് പാകപ്പെടുത്തി നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അവൻ തന്നെ ചോദിക്കൽ തുടങ്ങും, എന്തെന്നെ മൂല്യരാക്കാൻ വിടാത്തെ. അപ്പം നമ്മൾ പറഞ്ഞു വഴങ്ങുണ്ടേ 5 വയസ്സേ ആയുള്ളൂ, 5ാം ക്ലാസ്സിലേ ആയുള്ളൂ, ഇനി ഒരു 7ലേക്ക് എത്തട്ടെ എന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറയേണ്ടി വരും. എല്ലാ അർത്ഥത്തിലും ഇങ്ങനെയാണ് കേട്ടോ. കച്ചവടക്കാരനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു MBAയും ഒരു BBA ഒക്കെ പറഞ്ഞിട്ട് തുടക്കം മുതൽ തന്നെ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. മാത്സിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കാൻ പറയണം. ഇതിടയ്ക്ക് വെച്ച് നമ്മുടെ തോന്നലിനനുസരിച്ച്, കാരണം ഓരോ സാഹചര്യത്തിനും ഈ ജോലി സാധ്യതകൾ മാറിക്കൊണ്ടിരിക്കും. കുറെ കാലം സയൻസ് ആയിരുന്നു വലിയ സംഭവം, പിന്നീട് ഇങ്ങനെ കൊമേഴ്സിലേക്ക് എത്തി. ഒരു കാലത്ത് ഡോക്ടറും എഞ്ചിനീയറും ആവണം എന്നത് മാത്രമായിരുന്നു രക്ഷിതാക്കളുടെ മോഹം. പിന്നീട് അത് പതിയെ പതിയെ ഒരു കൊമേഴ്സ് രംഗത്തിലേക്കൊക്കെ എത്തി. ഇതിനേക്കാളൊക്കെ സാധ്യത ഈ ആർട്സ് രംഗങ്ങൾക്കുണ്ട് എന്നത് നമ്മുടെ കുട്ടികളുടെ പക്വത അനുസരിച്ച് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റണം. ഒറ്റവാക്ക് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ വിലയിരുത്തുകയും അവരുടെ ശേഷിയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും നമുക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഏതെങ്കിലും വിദഗ്ധരെ സമീപിച്ച് അത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് വേണം നമ്മുടെ മോഹങ്ങളും അഭീഷ്ടങ്ങളും ആ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കാൻ. SSLC കുട്ടി എനിക്ക് ഇന്നതാ വേണ്ടതെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ അംഗീകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും അല്ല. പക്വത കുറവുണ്ട്, ജീവിതാനുഭവങ്ങളുടെ കുറവുണ്ട്, കോഴ്സുകളെ കുറിച്ച് ചിലപ്പോൾ നമ്മളത്രയ്ക്ക് തന്നെ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അവന് പറഞ്ഞു കൊടുക്കണം ഇന്നതാണ് ഇന്നതിൻ്റെ ഗുണം എന്ന്. കാര്യങ്ങളൊക്കെ യുക്തിപൂർവ്വം നമ്മൾ ഇടപെട്ടിട്ടും കുട്ടി അതിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും നമുക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം നടത്തണം. ഒന്നുകൊണ്ടും നടക്കണില്ല, ഡോക്ടർ ആയേ പറ്റുള്ളൂ എന്നാണ് വിചാരം. അതുകൊണ്ട് ഗൾഫിൽ നിന്ന് ഫുൾ മാർക്ക് +2 നേടി വിജയിച്ച കുട്ടിയെ കേരളത്തിലെ പ്രസിദ്ധമായ എൻട്രൻസ് കോച്ചിങ് ക്യാമ്പസിൽ കൊണ്ടുവന്ന് ചേർക്കുകയും ഡോക്ടറായേ പറ്റൂ എന്ന് നിർബന്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ 2ാം ദിവസം ചിലപ്പോൾ കുട്ടി 3ാം നിലയിൽ നിന്ന് ചാടി മരിച്ചു എന്ന് വരും. ഈ വർഷം തുടക്കത്തിലുണ്ടായൊരു സംഗതിയാണിത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോൽവി ഒരു അപരാധമാണെന്ന് കുട്ടികളെ നമ്മൾ ആദ്യമേ അടിച്ചേൽപ്പിക്കുമ്പോൾ, തോൽവി ഒരു അപരാധമല്ലെന്നും അത് ലോകക്രമത്തിൻ്റെ ഭാഗമാണെന്നും കുട്ടികളുടെ മനസ്സിൽ വരണം. മാർക്ക് പറഞ്ഞാൽ ഇനി എങ്ങനെ ഉമ്മനെ ഫേസ് ചെയ്യാൻ കരുതി ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യയെ കുറിച്ചല്ലോ ഞാൻ പറയണത്, അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് വരുള്ളൂ, അത് വേറെ തന്നെ പറയേണ്ടതാണ് നമ്മൾ. അപ്പോൾ രക്ഷിതാക്കൾക്ക് വരുന്ന പ്രധാനപ്പെട്ടൊരു സംഗതി കുട്ടിയുടെ വ്യക്തിത്വം അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ? നമ്മുടെ കുട്ടി എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അംഗീകരിക്കില്ല. ചിലപ്പോൾ ഈ വിരുന്നുകാരൊക്കെ വരും, അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ വരും, അവരോടൊപ്പം ചേർന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ പരിഹസിക്കാൻ കൂട്ടു നിൽക്കും. ആ കുട്ടിക്ക് പിന്നെ എവിടെയാണ് ഒരു മോചനം കിട്ടുക? നേരിട്ട് കാണിച്ചു കൊടുക്കും, കണ്ട ഈ കുട്ടി എന്നും പറഞ്ഞിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അത് വേറൊരു വിഷയമാണ്, നേരെ തന്നെ വിശദീകരിക്കേണ്ടതാണ്. ഇതിൻ്റെ ഉപഘടകമായിട്ട് പറഞ്ഞാൽ പോരാ. വീട്ടിൽ വിരുന്നുകാരും അയൽവാസികളൊക്കെ വരുമ്പോൾ അവരെന്തെങ്കിലും കാരണത്താൽ എന്താപ്പൻ ഇങ്ങനെയൊക്കെ കാണിച്ചിരിക്കണെന്ന് ചോദിച്ചാൽ അവരുടെ മുമ്പിലെങ്കിലും കുട്ടിയെ മാനം കെടുത്താതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല പക്വതയാണ്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 6ാം മാസത്തിലും 7ാം മാസത്തിലും ഒക്കെ അവർക്ക് അത്യാവശ്യം പക്വത വരുന്നുണ്ട്. തമീസായി നല്ലട്ടാ ഞാൻ പറയണത്. കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷിയിലേക്ക് അവരെത്തുന്നുണ്ട്.
അപ്പോൾ 1 വയസ്സും 1.5 വയസ്സും 2 വയസ്സൊക്കെ ആയ കുട്ടി അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ അലങ്കോലാക്കി ഇട്ടിരിക്കുന്നു. നമ്മളെ വീട്ടിലേക്ക് ഒരു വിരുന്നേരം വരികയാണ്. അവൻ പറയുന്നത് എന്താ ഇപ്പോൾ കുട്ടി ഇങ്ങനെയൊക്കെയാണ്. അതിനോട് തുടങ്ങുക. എത്ര പറഞ്ഞാലും നന്നാവില്ല, അവൻ അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ. ശരിക്കും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് പറയണം, ഇത് കളിക്കാനുള്ളതല്ല, കളിക്കുമ്പോൾ പകരൂല്ലെന്ന്. എന്തെങ്ങനെ പൊട്ടിച്ചിരിക്കണേ? ചില വീട്ടിലൊക്കെ ഉണ്ട്, അവരുടെ 1ാം കുട്ടിക്ക് വാങ്ങിയ ടോയ്സ് വരെ എപ്പോഴും ഉണ്ടാവും അങ്ങനെ സെൽഫിൽ വെച്ചിട്ട്. അങ്ങനെ പ്രതിമകളൊക്കെ വാങ്ങി വെക്കാൻ പറ്റുമോ? പറ്റൂല. പെൺകുട്ടികൾക്കൊക്കെ പ്രതിമ വാങ്ങിച്ചു കൊടുക്കാം, അവർക്ക് കളിക്കാൻ. അപ്പോൾ അവരതിനോട് സംസാരിക്കും. ചിലപ്പോൾ സംസാരിച്ചിട്ട് പറയണ കേൾക്കാഞ്ഞിട്ട് കാലുപിടിച്ച് നിലത്തടിച്ചു എന്ന് വരും. അപ്പോൾ പൊട്ടും. അപ്പോൾ വഴക്ക് പറഞ്ഞ് തല്ലി ശരിയാക്കല്ല വേണ്ടത്. എന്തായാലും മന്യരുടെ മുമ്പിൽ വെച്ച് കുട്ടിയുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാതിരിക്കരുത്. മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയോടൊക്കെ ഉള്ള ബന്ധം 4 കാലിൽ ഊന്നിയിട്ട് പുറത്തു വെച്ച് നടന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാൻ ഫാരിസി കയറി വന്നിട്ട് നിങ്ങളുടെ വാഹനം വളരെ മനോഹരാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അഭിമായ നിമിതങ്ങൾ എന്തൊക്കെ ഒഴികഴിവ് പറഞ്ഞിട്ട് അവരങ്ങനെ തന്നെയെന്നൊക്കെ പറയാണോ ചെയ്തത്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടത് അല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാത്രികരും വളരെ ഉന്നതരാണ് സൽമാൻ. വാഹനം മാത്രമൊന്നുമല്ല, ഈ യാത്രക്കാരും വളരെ ഉന്നതന്മാരാണ്. കുട്ടികളുടെ വ്യക്തിത്വം അംഗീകരിക്കുക എന്നത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമതായിട്ട് അത് പറയണത്. അപ്പോൾ കുട്ടികളുടെ അഭിരുചികൾ മനസ്സിലാക്കേണ്ടി വരും. ചില കുട്ടികൾക്ക് വഴക്ക് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, ചില കുട്ടികൾക്ക് തല്ലായിരിക്കും വേണ്ടത്. വഴക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഉമിക്ക് തീ പിടിച്ചതുപോലെ അവരുടെ മനസ്സിൽ അങ്ങനെ കിടക്കും അത്. പിന്നെ അവർ ചെയ്യുന്ന ചില നന്മകൾ, എല്ലാവർക്കും കുറേ നന്മകളില്ലേ എന്ന്. 100% അൽ ഇൻസാനുൽ കാമിൽ വാപ്പയാണോ? വാപ്പ അങ്ങനെയാണോ? കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയ കഥകൾ പറഞ്ഞ് മനം കെടുത്താൻ പാടുണ്ടോ? അവർ കഷ്ടപ്പെട്ടതും അവരുടെ സാഹചര്യം അങ്ങനെ ആയത് ഈ കുട്ടിയുടെ എന്തെങ്കിലും കാരണത്താലാണോ? അല്ലല്ല. അല്ലാഹുവിൻ്റെ റബ്ബേ, നീ ജനിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കുഴപ്പങ്ങളായത്, നിന്റെ തല പുറത്തു വന്നതിൻ്റെ ശേഷമാണ് ബിസിനസ് പോയത് എന്നൊക്കെ പറയും ചില ആളുകൾ. അതുമായിട്ടൊരു ബന്ധമില്ല, അതും ഇതുമായി ഒരു ബന്ധവുമില്ല. ഇതൊക്കെ കുട്ടിയെ വല്ലാതെ സ്വാധീനിക്കും. എന്നിട്ട് വാപ്പ ചെയ്ത് അധ്വാനം പറഞ്ഞ് പലപ്പോഴും ഒരേ കഥ പറഞ്ഞിട്ട് തുടങ്ങുമ്പോഴേ കുട്ടിക്ക് ബാക്കി മനസ്സിലാവും. പുതിയ കുട്ടികൾ അതിനെ ശക്തമായി പ്രതികരിക്കും. ചിലപ്പോൾ അബ്രഹാം ലിങ്കൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്തു അല്ലേ, എന്നിട്ട് കിട്ടിയ കാശ് കൊണ്ട് പകുതി ഭക്ഷണം വാങ്ങി, പകുതി പുസ്തകം വാങ്ങി, എന്നിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് അങ്ങാടിയിൽ വെച്ച് വായിച്ചു പഠിച്ചു. നിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? AC ഉണ്ട്, ഫാനുണ്ട്, ഫുള്ള് ഫുഡുണ്ട്, എല്ലാ വസ്ത്രമുണ്ട്, എല്ലാ അർത്ഥത്തിലുള്ള പുസ്തകങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് മുന്നേ വരെയൊക്കെ കുട്ടി അത് കേൾക്കും. ഇപ്പം ചിലപ്പോൾ കേട്ടു എന്ന് വരില്ല. 50-ാം വയസ്സിൽ അബ്രഹാം ലിങ്കൻ 1860 അല്ലേ, അമേരിക്കയുടെ പ്രസിഡന്റാണ്. വാപ്പാക്ക് ഇപ്പോൾ 60 വയസ്സായില്ലേ, നമ്മളെ പഞ്ചായത്ത് മെമ്പറെങ്കിലും അയക്കണമെന്ന് ചോദിക്കും ചിലപ്പോൾ. കുറച്ചുകൂടി വളഞ്ഞ കുത്തുകളുണ്ടാവും. ആൾക്കൊക്കെ എന്താ പണി? സ്കൂൾ 3 മണിക്ക് വിടൂലേ, എന്നിട്ട് രാത്രി തെരുവിളക്കിൻ്റെ ഒട്ടൊന്ന് വായിക്കാൻ നിൽക്കണം. സ്കൂൾ ഇട്ടിട്ട് വായിച്ച് പഠിച്ചാൽ പോരെന്ന് ചോദിക്കും. അപ്പം അതിന് ദേഷ്യം പിടിക്കുക, അതിന് പിന്നെ അടുത്ത പോയിന്റിലേക്ക് കിടക്കുക എന്നുള്ളതല്ല വേണ്ടത്. കുട്ടികളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക. എല്ലാവരിലും നന്മ ഉണ്ടാവും. നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇഷ്ടപ്പെടൂലേ? ഒന്ന് മനസ്സറിഞ്ഞ് പറയും. ഏതോ ഒരു ചങ്ങായി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രഭാഷണത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നവർ പുകഴ്ത്തലാണ് ആഗ്രഹിക്കുന്നത് എന്ന്. സമയത്തിലൊക്കെ നമ്മുടെ അനുഭവമാണത്. എനിക്ക് തിരുത്താനാണ്, നല്ലോണം പറഞ്ഞു തരും, എന്തൊക്കെയോ കുഴപ്പങ്ങൾ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു സങ്കല്പിക്കുക, ഈ എന്തായിരുന്നു ആകാശം എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിൽ ആക്ഷൻ കാണിച്ചിരുന്നതെന്ന്. അപ്പം ഒരാൾ പറയും, ഈ അപ്പം വേക്കിൽ നിന്ന് വർത്താനം പറയണ ഞാൻ കണ്ടിരുന്നു, ഭൂമി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ കാട്ടിയത്. പുകഴ്ത്തൽ പൊതുവേ ഒരു താല്പര്യമുള്ള സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനഃശാസ്ത്രം നോക്കൂ. സഹാബികളുടെ ഓരോ നന്മയും അവിടുന്ന് എടുത്തെടുത്ത് പറഞ്ഞില്ലേ? ഓരോ നന്മയും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കൊള്ളാന്ന് പറയാൻ. തിരുത്തണം പക്വതയോടുകൂടെ. നമ്മുടെ പൂർവികരാകുന്ന ഇമാമാർ അതിൻ്റെ സയൻസൊക്കെ എത്ര വിശദീകരിച്ചു.
അൽ-അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന അധ്യായത്തിൽ മഹാനായ ഇമാം മുസ്ലിം തങ്ങളുടെ ഷറഹ് എഴുതിയപ്പോൾ, സഹീഹ് മുസ്ലിമിന് ഷറഹ് എഴുതിയപ്പോൾ ഇമാമുനാ നവവി റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി തങ്ങൾ ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, ഒരാളെ ജനമധ്യത്തിൽ നിന്ന് തിരുത്തുക എന്ന് പറഞ്ഞാൽ അവനെ ആക്ഷേപിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ജനമധ്യത്തിൽ ചില ആൾക്കാരുണ്ട്, ഞാൻ കണ്ടവനോട് പറയുന്നൊക്കെ ചില ഖത്തീബുമാർ, അള്ളാൻ്റെ റബ്ബേ, ഒരു ഏകദേശം കേരളത്തിൽ എല്ലാ പള്ളിയിലും ജോലി ചെയ്തിട്ടുണ്ടാവും. കണ്ടലോലോട് പറയണോണ്ട് കണ്ടപോലെ പറയാൻ പറ്റുമല്ലോ. ഉമ്മയുടെ അവറത്ത് കണ്ടാലും അങ്ങനെ പറയാൻ പറ്റുമോ? കലാപരമായിട്ട് പറയണം. അതൊക്കെ പോയിട്ട് ഉമ്മ എൻ്റെ പേന കാണാഞ്ഞല്ലോ എവിടെയെന്നൊക്കെ ചോദിക്കണം. അവിടെ ഉണ്ടാവും നോക്കൂടെന്നൊക്കെ പറയും. എല്ലാം മങ്ങൾ വരിയെന്ന് അറിയേണ്ടി വരും. മണീറ്റോ എന്ന് അവറത്ത് റെഡി ആവുമല്ലോ. അല്ല കണ്ടപോലെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അതിൻ്റെ രീതി ഉണ്ട്. പറയുമ്പോൾ തന്നെ എവിടുന്ന് പറയണം? മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ മക്കളെങ്ങനെ നമ്മുടെ മോനായിരുന്നിട്ട് ആക്ഷേപിക്കാൻ പറ്റുമോ? ഓനെപ്പോഴും അങ്ങനെ തന്നെ. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ നല്ല സഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ജീവിതം, പശ്ചാത്തലം, അവരുടെ സാമ്പത്തിക സ്ഥിതി, ദാരിദ്ര്യമൊക്കെ വേറായിരുന്നു. നമ്മളങ്ങനെ താലോലിച്ച് സയൻറ്റിഫിക്കായി മനഃശാസ്ത്രപരമായി ഉഷാറാക്കാനൊന്നും ചിലപ്പോൾ അവർക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അത് ഉൾക്കൊള്ളുന്ന മക്കളുമായിരുന്നു അന്ന്. കാലം മാറുന്നതനുസരിച്ച്, മക്കൾ അപ്ഡേഷൻ ആകുന്നതനുസരിച്ച് നമ്മളിപ്പോഴും ആ അബ്രഹാം ലിങ്കൻ്റെ കാലത്ത് ജീവിച്ചാൽ മക്കളും നമ്മളും വലിയ ശത്രുക്കളായി മാറും. അതുകൊണ്ട് മക്കളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കണം. അത് വളരെ പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മക്കളെ താരതമ്യം ചെയ്യാൻ. അവരെ വീട്ടിലെ കുട്ടിയുണ്ടാവും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവൻ SLC-യിൽ ഫുള്ള് മാർക്കാണ്. ചിലപ്പോൾ അവൻ്റെ വാപ്പാക്കും അങ്ങനെ ഉണ്ടാവും. ഇവിടെയോ അവിടെ കൂലിപ്പണിക്കാരനാ. കൂലിപ്പണി മോശമാണെന്നാണോ? അല്ല. അതിൻ്റെ നന്മ കണ്ട് മകനെ പക്ഷേ മറ്റൊരാളോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് ആലോചിക്കാതിരിക്കരുത്. ഈ താരതമ്യം കൊണ്ട് മക്കൾ ചെറുതായി പോകും, വല്ലാതെ ചെറുതായി പോകും. എന്നെ ഒന്നിനും കൊള്ളൂല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും. മൂന്നാമതായി നമ്മളോട് കാര്യമായി ശ്രദ്ധിക്കേണ്ട പറയുന്ന ഒരു കാര്യം, ഈ പരാജയത്തോടുള്ള ഭയത്തെ നീക്കിയെടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒന്നാമനാവണമെന്ന് നമുക്ക് വിചാരം പറ്റും, പക്ഷെ സമ്മർദ്ദമായിട്ട് അടിച്ചേൽപ്പിക്കരുത്. പറയാം, നല്ലോണം പഠിക്കണം കേട്ടോ. ജയിച്ചു ആള്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അത് വെച്ചിട്ട് അങ്ങനെ തോൽപ്പിച്ച് കളയരുത്. വാപ്പയുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വളരാൻ പറ്റും വിധം മക്കളെ പാകപ്പെടുത്തുന്ന തിരക്കിടില്ല. പക്ഷെ എപ്പോഴെങ്കിലും അവർ ആ ഒരു ലെവലിലേക്ക് എത്തണില്ലെങ്കിൽ അവരെ തോൽപ്പിച്ച് കളയരുത്. ഒന്നാമനായില്ല എന്നതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായി ആക്ഷേപിച്ചു കൊണ്ടിരുന്നാൽ എപ്പോഴെങ്കിലും തോൽവി സംഭവിച്ചാൽ ഇനി മാതാവിനെ പിതാവിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അകൽച്ചയിലേക്ക് അവരെത്തും. അപ്പോൾ ദുർബലമായ ഹൃദയമുള്ള കുട്ടികളൊക്കെ ആത്മഹത്യ തിരഞ്ഞെടുക്കും. ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ചാടിപ്പോകും, പിന്നെ ഏതെങ്കിലും ഗ്യാങ്ങപ്പെടും, മയക്കുമരുന്നിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാവും. അതുകൊണ്ട് ഉന്നതി ലഭിക്കുമ്പോഴും ഗുണം ലഭിക്കുമ്പോഴും അതോടൊപ്പം ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായ, എന്നും പകലാൻ പറ്റൂല, ഇരുട്ടും വേണമല്ലോ, തോൽവികളൊക്കെ ഉണ്ടാകുമ്പോഴും മക്കളെ ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാവുക. മാനസികമായ അകൽച്ച ഇല്ലാതിരിക്കലാണ് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അമിതമായ നിയന്ത്രണങ്ങളിലൂടെ വളരുന്ന കുട്ടികൾ, അമിതമായ നിയന്ത്രണം, അത് കാരണം മതം വിടുന്നവർ പോലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അതൊരു കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. 3-3:30 മകൻ എഴുന്നേൽക്കണമെന്ന് പിതാവിന് കടുത്ത വാശിയാണ്. അയാൾ വടിയെടുത്ത് വാതിലിനടിച്ചടിച്ചടിച്ചടിച്ചോനെടുപ്പിക്കും. അത്ര വരെയൊക്കെ ആ കുട്ടി അത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിച്ച അന്ന് രാത്രിയും അയാൾ 3 മണിക്ക് അടി തുടങ്ങി. അപ്പം അവൻ വിചാരിച്ചു, ഉപ്പാക്ക് ഇങ്ങനെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ നിസ്കരിക്കുന്നേ ഇല്ല. ആലോചിച്ചു നിങ്ങള്, ഉപ്പാക്ക് ഇത് അത്ര വാശിയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ നിസ്കരിക്കുന്നേ അല്ല. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, അന്ന് തഹജ്ജുദ് ഒഴിവാക്കണമെന്ന് സുന്നത്തൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം.
പക്ഷെ അന്ന് 3 മണി 3:30 ആകുമ്പോഴേക്ക് വാതിൽ അടിച്ചടിച്ച് പൊളിച്ചാൽ ആ കുട്ടിയോട് സൗമ്യമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാപ്പ എന്നെ തിരുത്താൻ വന്നു. അങ്ങനൊന്നല്ലോ അവനോട് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ചൂടാകാൻ മൂപ്പരാണ്. ഞാൻ മൂപ്പരെ അടുത്തുള്ളൊരു പള്ളിക്ക് പറഞ്ഞു വെച്ചു, നിങ്ങൾ കുറച്ചൊരു നിസ്കരിച്ചൊക്കെ വരിയെന്നും പറഞ്ഞിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് മറക്കരുത്. മാതാപിതാക്കളാണ് മക്കളെ ആദർശം തെറ്റിക്കുന്നത്. ഏത് കുട്ടിയും നന്മ സ്വീകരിക്കാനുള്ള പക്വതയിലും പാകതയിലും ശേഷിയിലുമാണ് ജനിച്ചു വരുന്നത്. നിഷ്കപടമായി അവൻ വളർന്നു വരികയാണെങ്കിൽ, ബാഹ്യ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലെങ്കിൽ, അവൻ പടച്ച റബ്ബിൻ്റെ ഏറ്റവും നല്ല ആബിദായി മാറും. പ്രലോഭനങ്ങൾ വരുന്നു, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വരുന്നു, അതനുസരിച്ച് കുട്ടി പലതുമായി മാറുന്നു. അപ്പം മാനസികമായ അകൽച്ചയില്ലാതെ അവരോടൊപ്പം ചേർന്ന് നിൽക്കലാണ് പ്രധാനം. നമ്മുടെ പൂർവികരാവുന്ന ഇമാമുമാരുടെ മക്കളൊക്കെ നമ്മൾ പഠിച്ചു നോക്കുക. അങ്ങനെ ആയിരുന്നു. അഹ്മദ് ഹംബൽ തങ്ങൾ തൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത് തൻ്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയോടായിരുന്നു. ഓരോരുത്തരും ആ സുഹൃത്തി തങ്ങൾ അവസാനം വെച്ച് നടത്തുന്ന വസിയത്തുണ്ട്. ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറിൻ്റെ അടുത്ത് വരണം, എനിക്ക് വേണ്ടി തീർക്കണമെന്ന് മാത്രമല്ല, ഇവരുടെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറയണമെന്ന് പോലും ആ സുഹൃത്തി വസിയത്ത് ചെയ്യുന്നുണ്ട് റളിയല്ലാഹു അൻഹു. വല്ല പ്രയാസം ഉണ്ടാകുമ്പോൾ എൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്ന് പറയണമെന്ന്, അതിന് പരിഹാരമാവുന്നു. അപ്പം മക്കളോടൊപ്പം നിൽക്കുക എന്നത് വളരെ പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മളിങ്ങനെ ഈ ബന്ധവും സ്നേഹമൊന്നും ഇല്ലാതെ വളർത്തി കഴിഞ്ഞാലുള്ളൊരു വിഷയം എന്താണ്? അവർക്ക് വേണ്ട ചില കാര്യങ്ങളൊക്കെ അവർ പുറം ലോകത്തുനിന്ന് നിർദ്ദേശം തേടും. അപ്പോൾ അവർക്ക് വളരെ മോശപ്പെട്ട ഉപദേശങ്ങൾ ലഭിച്ചു എന്ന് വരും. ഒരുത്തൻ എൻ്റെ പിറകെ നടക്കുന്നു എന്ന് സധീരം മാതാവിനോട് പറയാൻ ഒരു പെൺകുട്ടിക്ക് പറ്റും വിധം അവർക്കിടയിൽ ബന്ധം സുദൃഢമാക്കണം. അനർഥ മനസ്സിലാവുമല്ലോ. എൻ്റെ പിറകെ ഒരുത്തൻ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തി നടക്കുന്നു എന്ന് മാതാവിനോട് പറയാൻ പറ്റണം. മാതാവിൻ്റെ മുൻകാല അനുഭവമൊക്കെ വെച്ചിട്ട് കുട്ടി മടിച്ച് നിൽക്കുക. എന്താ ചെയ്യാൻ നിർത്തിയിട്ട് പറഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കയ്യിലിരിപ്പോണ്ടടി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ആട്ടി മുപ്പത്തി ഉമ്മ. അപ്പം കൊണ്ട് പിന്നെന്താ ചെയ്യുക? അവളുടെ സുഹൃത്തുക്കളോട് പറയും. സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഇവളോട് നല്ല വിജയപ്രതീക്ഷ വേണമെന്നുള്ളവരൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ വൃത്തികെട്ട സുഹൃത്തുക്കളായിരിക്കും. അവർ ചിലപ്പോൾ പ്രതികരിക്കാൻ എൻ്റെ ഭാഗ്യടിയെന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എൻ്റെ പിറകെ നടക്കണമെന്ന് എന്തുകൊണ്ട് ആൺകുട്ടിക്ക് പറഞ്ഞുകൂടാ? നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരുത്തനോട് പ്രണയം ഇട്ട് ചെല്ലുന്നു. എന്തോ കാരണത്താൽ ആ കുട്ടി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അവനെയും അവൻ്റെ 10 കൂട്ടക്കാരെയും എന്നെ റേപ്പ് ചെയ്തു എന്നും പറഞ്ഞിട്ട് പെൺകുട്ടി പരാതി കൊടുക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് വേണ്ടാത്ത വിധം പീഡിപ്പിച്ചു എന്നൊക്കെ ആക്ഷേപങ്ങൾ വരുന്നു. അവസാനം ആ പെൺകുട്ടി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലെത്തിയപ്പോൾ മൊഴി മാറ്റി പറയുന്നു, എന്നെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. അത് പറയാൻ കാരണം എന്താ? പീഡിപ്പിച്ചോന്നറിയാൻ വേണ്ടിയിട്ട് അവളെ പരിശോധന നടത്തി. അപ്പോൾ പീഡനം നടന്നിട്ടില്ലെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ പെട്ട സമയത്ത് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ പ്രണയമായിട്ട് ചെന്നപ്പോൾ ഓനത് സമ്മതിക്കാത്തതുകൊണ്ട് ഓനൊന്ന് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇത്തരം അനുഭവങ്ങൾ വർദ്ധിക്കാനേ ഇനിയുള്ള കാലത്ത് സാധ്യത ഉള്ളൂ. അപ്പം ആണാവട്ടെ പെണ്ണാവട്ടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായാൽ അത് മാതാവിനോടും പിതാവിനോടും തുറന്നു പറയാൻ പറ്റും വിധം അവരോട് ബന്ധമുണ്ടായിരിക്കണം. എല്ലാ അശ്ലീലും ഒന്നിച്ച് ചെയ്യണം എന്നൊന്നുമല്ല. വൃത്തികെട്ട സിനിമ മാതാവും പിതാവും മക്കളും ഒന്നിച്ച് കാണണമെന്നൊന്നുമല്ല. വൃത്തികേടാത്ത കാണാമെന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ ബൈലൈൻ റീഡിങ് എടുക്കരുത്. അത് കാണുമ്പോൾ എന്താവുള്ള വിഷയം? അവർ തമ്മിലുള്ള സൂക്ഷിക്കേണ്ട ഒരു മറ അത് പൊളിഞ്ഞു പോകും. അത് പൊളിഞ്ഞു പോയാൽ പിന്നെ ഒപ്പം കിടക്കുന്നത് മോളാൻ ചിലപ്പോൾ വാപ്പാക്ക് തോന്നിക്കൊള്ളണമെന്നില്ല. കാരണം സിനിമയിൽ ഒന്നിച്ചാണ് അവരിതൊക്കെ കാണുന്നത്. വർണ്ണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു വിശദീകരണം നടത്താൻ പറ്റാത്ത ചില ബന്ധങ്ങളും ബന്ധനങ്ങളും ഉണ്ടല്ലോ. മോളോട് അത്രയൊക്കെ ബന്ധമാവാം. നമുക്ക് ഈ സെക്സ് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റും വിധത്തിലേക്ക് ബന്ധമാകാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അനർത്ഥങ്ങളിലേക്ക് എത്തും. ഇത് മോളാന്നുള്ള ബോധമല്ലാതെ വരും. അതാണ് സിനിമ കാണുമ്പോൾ, അതാണ് സീരിയൽ കാണുമ്പോൾ. ഇങ്ങനെ ബന്ധം വേണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്.
ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ സുഹൃത്തുക്കളെ പോലെ ബന്ധം, അത് പാടില്ല. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരുടെ ബന്ധേ പാടുള്ളൂ. ഒരു പരസ്പരം പറയാൻ പാടില്ലാത്തൊക്കെ ഷെയർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുക, ഇതൊക്കെ ആത്യന്തികമായി പരാജയത്തിലേക്ക് എത്തിക്കും. അപ്പോൾ പക്വതയോടുകൂടെ മക്കളെ വളർത്തുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ മുമ്പിലുള്ള ബാധ്യത. അതിന് മക്കൾ അമാനത്താണെന്നുള്ള ബോധം വേണം. പടച്ച റബ്ബ് നമ്മളെ ഏൽപ്പിച്ചതാണ് ഇവരെ സംസ്കരിച്ച് നല്ലവരാക്കാൻ. അപ്പൊ ഏത് രീതിയിലൊക്കെ സംസ്കരിക്കണം, അതത് കാലത്ത് അതേ രീതിയിൽ സംസ്കരിക്കണം. അപ്പോ മോശം ചെയ്യുന്ന കുട്ടിയെ പണ്ട് തല്ല് ശരിയാക്കാമായിരുന്നെങ്കിൽ, ഒറ്റ കുട്ടിയാണെങ്കിൽ ഒലക്കൊണ്ട് തല്ലണം എന്നൊക്കെ അല്ലേ, അന്നത് പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ തല്ലാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ അള്ളാഹു നൽകിയ അമാനത്താണ് ഇവരെ നല്ല രീതിയിൽ വളർത്തി സമൂഹത്തിനും കുടുംബത്തിനൊക്കെ ഉപകാരമുള്ള രീതിയിലേക്ക് മാറ്റാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന ബോധം ഓരോ രക്ഷിതാവിനുണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ കഴിവിനപ്പുറമുള്ള ഭാരം ചുമത്തരുത്. അപ്പോൾ ഒരു കുട്ടിയുടെ പക്വതൊക്കെ അനുസരിച്ചല്ലാതെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ കൂടി ചെയ്യുന്നതാണ് നിർബന്ധിപ്പിക്കരുത്. നീ +2 പഠിച്ചോ, അതോടൊപ്പം എൻട്രൻസും കൂടി ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. കുട്ടിക്ക് പറ്റുമെങ്കിൽ, അവൻ അതിനൊക്കെയുള്ള പക്വത ഉണ്ടെങ്കിൽ അതാവാം, വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അയലക്കത്തെ വീട്ടിലെ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മക്കള് അവരൊക്കെ +2 എൻട്രൻസും കൂടി ചെയ്തിട്ടുണ്ട്, നീ എന്തിനാ അത് രണ്ടും ചെയ്യാതിരിക്കണമെന്നും പറഞ്ഞ് ഭാരം കൊടുക്കരുത്. അമിതമായി ഭാരം കൊടുത്താൽ കുട്ടികൾക്ക് താങ്ങാൻ കഴിയാതെ വരും. അവരുടെ പക്വതയും ശേഷിയും അനുസരിച്ചാവണം അവർക്ക് നമ്മൾ ഭാരം കൊടുക്കേണ്ടത്. അത് ജോലിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ, പഠനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. മത്സര പരീക്ഷകൾ ഇപ്പം അതൊരു മത്സരമാണ്. അപ്രകാരം ഈ സ്കൂളിലൊക്കെ ഉണ്ടാവുന്ന കലോത്സവങ്ങൾ ശരിക്കും കുട്ടികളല്ല മത്സരിക്കുന്നത്, രക്ഷിതാക്കളാണ്. കളിയല്ല ശരിക്കും നടക്കുന്നത്, പുറം കളികളാണ്. അപ്പം മക്കൾക്ക് ഇങ്ങനെ ഗ്രേസ് മാർക്ക് കിട്ടും തോന്നുന്നുണ്ട്, ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതിനു വേണ്ടി മക്കളുടെ നല്ലൊരു സമയം ഈ ഡാൻസ് പരിശീലിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെലവഴിക്കുക. ഡെയിലി 1 മണിക്കൂർ ഡാൻസ് പഠിക്കാൻ മാറ്റി വെക്കണത് സത്യത്തിൽ 10 മിനിറ്റ് പഠിക്കാൻ മാറ്റി വെച്ചാൽ കിട്ടുന്ന ഗ്രേസ് മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ കുട്ടിക്ക് താല്പര്യമല്ല ഒരു വിഷയത്തിൽ, അത് അവനെ പരിശീലിപ്പിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് വാശി പിടിക്കരുത്. വിശ്രമമില്ലാത്ത വിധം കുട്ടികളെ പീഡിപ്പിക്കരുത്. ഉറക്കമൊക്കെ വന്നാൽ ഉറങ്ങുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു രീതി. നിസ്കാരത്തിൽ അങ്ങനെയല്ലേ, ഓലിപോയി ഉറക്കു വരണം ഭയങ്കരമായിട്ട്, എന്നാൽ ഉറങ്ങി എണീറ്റിട്ട് നിസ്കരിച്ചാൽ മതി. അല്ലാതെ ഉറങ്ങി ഇങ്ങനെ തൂങ്ങി നിസ്കരിക്കില്ല, അങ്ങനെ ഇരുന്ന് നിസ്കരിക്കണ്ട, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, അങ്ങനെയാണോ വേണ്ടത്? ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉറക്കു വരും, എന്താ ചെയ്യേണ്ടത്? അരമണിക്കൂറും കൂടി ആയ പെരയിലെത്തും, ആട് പോട്ടെ എന്ന് കരുതണോ? ചിലപ്പോൾ പെരയിലല്ല, ദാറുൽ-ആഖിറത്തിലെത്തും. സൈഡാക്കി ഉറങ്ങണം. അതല്ലെങ്കിൽ ഉറങ്ങക്ക് പോവാൻ പറ്റുന്ന എന്തെങ്കിലും പരിപാടി ചെയ്യണം. ചിലർക്ക് ചായ അടിച്ചാൽ മതിയാവും, ചിലർക്ക് ബെയ്ത്ത് കെട്ടാൽ മതിയാവും, ചിലർക്ക് മുഖം കഴുകിയാൽ മതിയാവും, അത് ചെയ്യണം. പഠിക്കുന്നൊരു കുട്ടി ഉറക്ക് തൂങ്ങുകയാണ്, അപ്പോൾ തലയിൽ വെള്ളം ഒഴിക്കുക, തല്ലുക, കാല് ബക്കറ്റിൽ പിടിച്ചു വെക്കുക, അതുകൊണ്ടൊക്കെ വല്ല കാര്യം ഉണ്ടാവും? ഇല്ല, കുട്ടി ആന്തരികമായി ഉറങ്ങിക്കഴിഞ്ഞുണ്ട്. എന്തോ നന്നായിട്ട് ഗോളടിക്കുന്നൊരു ചങ്ങായെ പറ്റി ഇന്നലെ എനിക്കൊരു സുഹൃത്ത് പറഞ്ഞു, 11 മണിക്കൂർ ഉറങ്ങുമല്ലോ ഡയലി, 6000 കലോറി ഫുഡ് തിന്നുമല്ലോ. അതിന് ഏറ്റവും കൂടുതലും പശുവിൻ്റെ കരളാണ് അത്ര തിന്നത്. പശുവിൻ്റെ കരള് 6000 കലോറി തിന്നങ്ങനെ നിൽക്കല്ല, 300 പുഷപ്പ് ചെയ്യും. അത്രേ 300 മല കയറുമല്ലോ. ഈ എക്സസൈസസ് ഒക്കെ ചെയ്തിട്ട് ആള് 11 മണിക്കൂർ സുഖസുന്ദരായിട്ട് ഉറങ്ങും. ഉറങ്ങണത് ക്രമീകരിക്കാൻ എന്തോ മെഷീനുണ്ട് അത്രേ. കാരണം 11 കൃത്യമായിട്ടാവാൻ വേണ്ടിയിട്ട്. എല്ലാവരും 11 മണിക്കൂർ തന്നെ ഉറങ്ങണമെന്നൊന്നും ഞാൻ പറയണില്ലേ. പരീക്ഷ തലേന്ന് വരെ നന്നായിട്ട് ഉറങ്ങണമെന്ന് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. വിശ്രമം കൊടുക്കണം. പഠിക്കുക കാരണം സമ്മർദ്ദം ചെലുത്തിയിട്ട് തോൽപ്പിക്കാൻ നിൽക്കരുത്. പിന്നെ സ്നേഹത്തോടും കാരുണ്യത്തോടു കൂടിയാണ് വളർത്തൽ വേണ്ടത്. സ്നേഹമില്ലാത്ത കുട്ടികളാണ് ക്രിമിനലുകളാവുന്നത്. കുട്ടി ക്രിമിനലുകളെ കുറിച്ചുള്ള ഏത് പഠനവും വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്ത വളരുന്ന കുട്ടികളാണ് അതിലേക്ക് എത്തുന്നത് എന്നത് കൃത്യമായി തെളിയിക്കുന്നുണ്ട്.
അവ സ്നേഹിച്ച് താലോലിച്ച് ലാളിക്കേണ്ടടുത്ത് ലാളിച്ച് തിരുത്തേണ്ടടുത്ത് തിരുത്തി തോൽവികൾ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തി എല്ലാം നമ്മൾ കരുതിയതുപോലെ നടക്കൂല എന്ന് പൂർണ്ണമായി മനസ്സിലാക്കി ചിലതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് ചിലതൊന്നും അത്ര ആവശ്യമില്ലെന്ന് അവനെ പഠിപ്പിച്ച് നമ്മുടെ അധ്വാനത്തിൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ബോറാം വിധത്തിൽ പറയാതിരുന്നാൽ മതി. ഇല്ലായ്മ അവരെയും നമുക്ക് അനുഭവിപ്പിക്കാം. ഒരു യാത്ര പോവുക, ഭക്ഷണം കിട്ടാത്തടത്ത് കുറച്ച് കൂടുതൽ യാത്ര പോവുക, വിശക്കട്ടെ, ഒരാഴ്ച ഭക്ഷണം കഴിച്ചില്ലെങ്കിലൊന്നും ആരും മരിക്കൂല. വെള്ളം 2 ദിവസത്തിലപ്പുറം കുടിക്കാതിരുന്നാൽ ബുദ്ധിമുട്ടാവും. എന്തിനാ ഇത്? വിശപ്പ് ഇതാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെ കാലത്ത് അതവർ മനസ്സിലാക്കുന്നുണ്ട്. ചോദിക്കണതൊക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യം കിട്ടാതിരുന്നാൽ അത് 200 രൂപയായാലും കൊള്ളാം, ചിലപ്പോൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടും. അപ്പം കിട്ടായ്മയും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഓടി വീണു, കാല് മുറിവായി വന്നു. ഈ ഓടിയിട്ടല്ലേ എന്ന് പറഞ്ഞത് അല്ലല്ല വേണ്ടത്, മുറിവ് ചികിത്സിക്കാൻ നോക്കുക. അപ്പോൾ ഓടലും ഓടിയിട്ട് വീഴലും മുറിവാവലും അതിനെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ജീവിതത്തിൽ നിന്ന് പഠിക്കലും കുട്ടിയുടെ വിജയത്തിന് ആവശ്യമാണ്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി പലപ്പോഴും പറഞ്ഞതാണല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് ബന്ധങ്ങൾ തീരല്ലാതായി. അതുകൊണ്ടാണ് പല കുട്ടികളും പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് എത്തുന്നത്. ആത്മഹത്യയെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് പറയേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഞാനത് വല്ലാതെ വിശദീകരിക്കാത്തത്. ബന്ധങ്ങൾ കുറഞ്ഞുപോയി. എല്ലാവരും തോണ്ടലും, എല്ലാവരും പേനോക്കലും, എല്ലാവരും ചിരിക്കലും, എല്ലാവരും റീല് കാണലുമായി. അതിനുമ്പോൾ ബന്ധങ്ങളില്ല. ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വിഷമം ഷെയർ ചെയ്യാൻ പറ്റുക. ഷെയർ ചെയ്യുമ്പോഴാണ് പ്രയാസം തീരുക. അതിന് ചാൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ കളിക്കാൻ വിടണം. നമ്മുടെ വീട്ടിൽ കളിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ട് അയൽവക്കത്തെ കുട്ടികളെ ക്ഷണിക്കണം. വെറും ഗെയിമുകളിനെ പറ്റിയെല്ലാം പറയണത്, ഓടിക്കളിക്കണം. അതിനിടയിൽ പിണക്കങ്ങൾ ഉണ്ടാവണം. അവനവൻ്റെ ഫസ്റ്റ് ഗോൾ അടിച്ചപ്പോൾ ഗോളിക്കണ കുട്ടി എന്ത് ചെയ്തു? പന്തേറ്റ് പോകുന്നു. എന്നാൽ നിങ്ങൾ ഗോൾ അടിക്കണ്ട എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവരടിയിൽ കശപശ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതവരെങ്ങനെ സോൾവ് ചെയ്യണം? അത് ജീവിതത്തിൽ പിന്നീട് അവർക്ക് വലിയൊരു പാഠമായി മാറും. ചെറിയ പിണക്കങ്ങൾ വളരെ ആവശ്യമാണ് കുട്ടികൾക്കിടയിൽ. അപ്പോഴാണ് അവർക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിട്ട് ഇടപെട്ട് തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുട്ടികളെ പുറത്തിറക്കണമെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഈ മുറ്റത്തൊക്കെ ഓടുമ്പോൾ ഷൂവും ബൂട്ട്സും ഒന്നും ഇട്ട് കൊടുക്കണ്ട, മണ്ണിലോടട്ടെ. നമ്മുടെ ശരീരത്തിൽ ഒട്ടുമിക്ക ഞരമ്പുകളും കാലിൻ്റെ അടിയിൽ പോയി നിൽക്കുന്നുണ്ട്. അത് മണ്ണ് തട്ടട്ടെ, കല്ല് കുത്തട്ടെ. ആ സമയത്ത് ചില പ്രത്യേക പ്രചോദനങ്ങൾ ഉണ്ടാവും. ഈ അക്യുപഞ്ചർ എന്നൊക്കെ പറഞ്ഞ ചികിത്സാ രീതി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ശാസ്ത്രം അതാണ്. അതുകൊണ്ട് തന്നെ ഈ നിറയെ മുള്ളു മുകളിലേക്കുള്ളൊരു പ്രത്യേകമായ സാധനം വാങ്ങാൻ കിട്ടുമല്ലോ, അതിമ കാല് വെച്ചിരിക്കാൻ ഓഫീസിലൊക്കെ. ഇടയ്ക്ക് ഉറക്കരുമ്പോൾ അതിമന്ന് എഴുന്നേറ്റ് നിൽക്കുക. മുള്ളു കയറുന്ന ടൈപ്പല്ല, ഇങ്ങനെ കുറേ മുള്ളുമുള്ളായിട്ടുള്ള സാധനം വാങ്ങാൻ കിട്ടും. അതിനൊറ്റ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിമ കാല് വെക്കണം. അപ്പോൾ കുറേ ഈ പ്രഷർ ഇങ്ങനെ കുത്തി നമ്മളെ കാലിൻ്റെ അടിയിൽ വരും. അത് പല ഞരമ്പുകളെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എണ്ണ തേക്കണ സമയത്തൊക്കെ മൂർധാവിലും കാലിൻ്റെ അടിയിലൊക്കെ ഇടാൻ പറയണത് വൈദ്യന്മാർ. അപ്പം ഭൂമിയിലൂടെ ഇറങ്ങി നടക്കട്ടെ, ഓടിക്കളിക്കട്ടെ, വീഴട്ടെ. വീഴുന്ന സമയത്ത് ചില പരിക്കുകളൊക്കെ വരും, സ്വാഭാവികം. അത് എങ്ങനെ തരണം ചെയ്യാമെന്ന് കുട്ടികൾ പഠിക്കട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കുട്ടികളുടെ കഴിവിനെ തിരിച്ചറിയണം, അത് പ്രോത്സാഹിപ്പിക്കണം. തുറന്ന ആശയവിനിമയം വേണം. വാപ്പൊരു അറഫും ഉണ്ടൂല, അങ്ങനെ വരരുത്. ഉമ്മ മോളോടൊരക്ഷരം മിണ്ടൂല, അങ്ങനെ വരരുത്. തുറന്ന ആശയവിനിമയം വേണം. അമിതമായ പ്രതീക്ഷകൾ ഒഴിവാക്കണം. പ്രതീക്ഷ വേണ്ടെന്നല്ല, മകനതിന് പറ്റുമോ മകളതിന് പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രതീക്ഷയെ നിയന്ത്രിക്കാൻ. പറ്റാത്തൊരു കുട്ടിയെക്കൊണ്ട് നമ്മൾ അമിതമായി പ്രതീക്ഷ വെച്ച് അവനെ സമ്മർദ്ദം ചെലുത്തി തോൽപ്പിച്ചിട്ടൊരു കാര്യമില്ല. ഗുണനിലവാരമുള്ള രീതിയിൽ സമയത്ത് ഉപയോഗിക്കാൻ പറ്റണം, അത് പഠിപ്പിക്കാൻ വേണം. അപ്പോഴാണ് നമ്മൾ ഈ ഗെയിമുകളൊക്കെ വിമർശിക്കേണ്ടി വരിക. അതും യുക്തിഭദ്രമായ രീതിയിലാവണം. നമുക്ക് എജ്ജുപ്പളാം അത് കാണാമെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി വലിച്ചെറിയാന്നുള്ളതല്ല. കണ്ടു കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് കാര്യമായി സംസാരിക്കണം. ഇപ്പം ഈ 1 മണിക്കൂർ ഗെയിം കളിച്ചില്ലേ, എന്തൊക്കെയുണ്ട് സംഭവിച്ചതെന്ന് ചോദിക്കണം.
ഈ കുട്ടികൾ കളിക്കുന്ന കാർട്ടൂണുകളുണ്ട് കുറേ, കൊല്ലലും രക്ഷപ്പെടലും പിന്നെയും കൊല്ലലും കൊള്ളടിക്കലും തന്നെ അതിലുള്ളതെന്ന് എനിക്ക് തോന്നണേ. അത് മാത്രം കണ്ടാൽ കൊള്ളക്കാരനാകും, കൊലപാതകിയാവും. ചില കാർട്ടൂണൊക്കെ ഇടിച്ച് തോൽപ്പിക്കലാണ് അതിൻ്റെ പ്രമേയം തന്നെ. അതിൻ്റെ സംഗതി അങ്ങനെയാണ്. തോനടിച്ച് തോൽപ്പിച്ചാലാണ് ചില ഗെയിമിലൊക്കെ ആള് ജയിക്കുക. അപ്പോൾ ഇടിക്കണം, തോൽപ്പിക്കണം, കൊല്ലണം എന്ന് മാത്രമാവും കുട്ടികളുടെ ബുദ്ധിയിലുള്ള ചിന്ത. അങ്ങനെ വരുമ്പോൾ ഏത് സന്ദർഭത്തിലും അവർ കൊന്നുകൊണ്ടിരിക്കും. ചെറിയ മക്കളൊക്കെ കൊല്ലുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പരാജയങ്ങളെ നേരിടാൻ പഠിപ്പിക്കുക. ബദറും ഖന്തഖൊന്നും മാത്രമല്ലല്ലോ ഇസ്ലാമിലുള്ളത്, ഉഹുദുല്ലേ. വലിയ പാഠം പഠിപ്പിക്കാനായിരുന്നു അത്. കുറേ പാഠങ്ങൾ. നേതാവിൻ്റെ ആജ്ഞ ലംഘിച്ചാലുള്ള കാര്യം പഠിപ്പിച്ചു കൊടുത്തു. കൃത്യം ജീവൻ കൊണ്ട് പഠിച്ചു അവര്. ഐക്യത്തോടുകൂടെ മുന്നേറേണ്ടതിൻ്റെ പ്രാധാന്യം, ജീവിതത്തിൽ തോൽവി വന്നാൽ പിന്നെ എങ്ങനെയാണ് റീസെറ്റ് ആവേണ്ടത് എന്ന്. സഹാബത്തിന്റെ ഉഹുദാനന്തര ജീവിതം അതിൻ്റെ അത്ഭുതകരമായൊരു പരിപ്രേക്ഷ്യമാണ്. പിന്നീട് അവരാരായി മാറിയെന്ന് ആലോചിച്ച് നോക്കൂ. ഉഹുദാനന്തരം സഹാബാ കിറാം പിന്നെ ഉയർത്തെഴുന്നേറ്റത് ലോകചരിത്രത്തിലൊരു മഹാത്ഭുതമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടെ നിന്നു. അപ്പോ വിജയം മാത്രം സംഭവിക്കുക എന്നത് സ്വർഗത്തിൻ്റെ ഒക്കെ ഒരു കഥയാണ്, സ്ഥിതിയാണ്. അവിടെ സമാധാനവും സന്തോഷമേ ഉണ്ടാവും. ഭൂമിയിൽ അങ്ങനെ അല്ലാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ പാകപ്പെടുന്നത്. കിണറിലെ വെള്ളത്തിൻ്റെ ഔഷധമൂല്യമോ ഗുണമോ ഒന്നുമല്ല ഈ നല്ല ശുദ്ധമായ പുഴയിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിന്. എന്തുകൊണ്ട്? പലയിടങ്ങളിൽ തട്ടി അതിൻ്റെ വിഘടനം പൂർണ്ണമാകുന്നു, വളരെ സോഫ്റ്റ് ആവുന്നു. പല ഔഷധ ചെടികളിലും ഇങ്ങനെ തഴുകി തലോടി വന്ന് അതിന് നല്ല ഔഷധ മൂല്യം കൂടുന്നു. കെട്ടി നിൽക്കുന്ന വെള്ളം അങ്ങനെ തന്നെ നിൽക്കും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന് ഗുണം കൂടുക തന്നെ ചെയ്യും. ഒഴുകണം കുട്ടികൾ, വീട്ടിനകത്ത് തിളച്ചിടരുത്. നമ്മൾ തിളച്ചിട്ട വെള്ളം കുറച്ചു കാലം കഴിഞ്ഞാൽ അത് നശിച്ചിട്ടുണ്ടാവും, പൂപ്പിൽ വന്നിട്ടുണ്ടാവും. ഈ ഒഴുക്ക് നന്മയിലൂടെ ആവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ നല്ല പുഴയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഫ്രഷ് കട്ട് ഫാക്ടറിയുടെ അടുത്തുള്ള പുഴയോ അല്ലെങ്കിൽ വലിയ ഫാക്ടറികളുടെ അടുത്തുള്ള പുഴയെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയാം. അവിടെ വലിയ അതാപായിരിക്കും, വെള്ളത്തിൽ ഇറങ്ങാനോ തൊടാനോ പറ്റില്ല എന്നവർ. അപ്പം പരാജയം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ തോൽവിയല്ലെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥന വളരെ പ്രധാനമാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ പ്രാർത്ഥന പഠിപ്പിക്കുകയും വേണം. പരിശുദ്ധ ഖുർആൻ പറയുന്ന അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന സൂറത്തുൽ ഫുർഖാന്റെ 74-ാമത്തെ ആയത്ത്, അബ്നാതിന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നോക്കുങ്ങൾ, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ സന്തോഷം തരണം, കാണുന്നതൊക്കെ ഞങ്ങൾക്ക് നന്മയാക്കി തരണം, നല്ല ഉഷാറാക്കണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അവരെ മാത്രമല്ല ഞങ്ങളെല്ലാവരെയും മുത്തഖീങ്ങളുടെ ഉന്നതിയിലേക്ക് എത്തിക്കണം. എന്നുവെച്ചാൽ കുട്ടിയോട് വായിക്കാൻ പറയുമ്പോൾ വാപ്പിയും വായിക്കണം എന്നർത്ഥം. കുട്ടിയോട് മൊബൈൽ എടുത്തേക്ക് എന്ന് പറഞ്ഞാൽ വാപ്പിയും കൂടി എടുത്തേക്കണം. വാപ്പ ഫുൾ ടൈം അതിൽ മക്കളെ സമ്മതിക്കൂല, അത് വിജയിക്കൂല. വജഅല്ല ഞങ്ങളെ. ആവശ്യമാണെങ്കിൽ കൗൺസിലിംഗ് നടത്തി നല്ല ഉസ്താദിനെയൊക്കെ കാണിച്ചു കൊടുത്ത്, നല്ല തങ്ങളെ കാണിച്ച്, ഔദ്യോഗികമായ കൗൺസിലർ ചെയ്യുന്ന ആളുകളെ കാണിച്ച് മക്കളെ എന്തെങ്കിലും തിരുത്തണം എന്നുണ്ടെങ്കിൽ, അവരുടെ അഭിരുചി മാറ്റണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വന്ന ഏതെങ്കിലും ഒരു മോശം ശൈലി, രീതി, സ്വഭാവം മാറ്റണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊന്നും ഫലിക്കണില്ലെങ്കിൽ നമ്മളെക്കാൾ ഉന്നതരായ ആളുകളെ കാണുക, ആവശ്യമായ ചികിത്സ നിർബന്ധപൂർവ്വം നൽകുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടേതാകും. അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയുടെ ഭാണ്ഡമായിട്ട് ടെൻഷൻ അടിച്ച് പ്രഷർ കൂടി നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും ഒന്നിച്ച് പാഴാവും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മക്കളെയും നമ്മളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മളോട് ബന്ധമുള്ളവരെയും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ളവരായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ربنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.